മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മനുഷ്യരോട് ഞാൻ എന്ത് നിർദ്ദേശിച്ചുവോ അത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ വന്ന എന്റെ ദൂതനാണെന്നും വിശ്വസിച്ച ആളുകളെ, അവരോട് അല്ലാഹു എന്താ പറയാനുള്ളത്? ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കാരം നിലനിർത്തിക്കൊണ്ടും ക്ഷമിച്ചുകൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചോളൂ. അല്ലാഹുവിന്റെ സഹായം വരും എപ്പോ? നിങ്ങൾക്ക് ക്ഷമയുണ്ടോ? നിങ്ങൾ നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുന്നവരാണോ? നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ നിസ്കരിക്കുന്നവരാണോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നബിയേ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണം, ക്ഷമയോടുകൂടെ നിസ്കാരം നിലനിർത്തുകയും വേണം. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, നബിയേ എനിക്ക് നിങ്ങളാരും ഭക്ഷണം തരണ്ട, നിങ്ങളുടെ ഭക്ഷണം ഞാൻ തരാം, നിങ്ങളുടെ വീട്ടുകാർ നിസ്കരിക്കുന്നവരാണെങ്കിൽ. മഹാനായ ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത ഒരു സ്വഹാബിയാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാന ദരീറ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആളായിരുന്നു മഹാനായ ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ബദരിയായ സ്വഹാബിയാണ് ഉത്ബാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു, കണ്ണ് കാണാതെ വന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ വാളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ കണ്ണ് കാണാത്ത ആളുകളൊക്കെ എന്തെങ്കിലും സ്വതക്കയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നത് കാണാമല്ലേ? സുബ്ഹാനല്ലാഹ്, ഇവിടേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും എത്രയോ ദൂരങ്ങളിൽ നിന്നൊക്കെ. 150 കണ്ണ് കാണാത്ത മനുഷ്യന്മാർക്ക് താമസിക്കാൻ സൗകര്യവും ഭക്ഷണവും കൊടുത്ത് അവരിടക്കൊക്കെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് അവർക്കൊക്കെ നല്ല റാഹത്തിൽ സന്തോഷം, ഭക്ഷണവും അവരെ യാത്രാക്കൂലിയൊക്കെ കൊടുത്തയച്ച് സന്തോഷിപ്പിക്കുന്ന ഒരാൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ഉണ്ട്. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഇതിൽ ആമീൻ പറയണം. അള്ളാഹു ആ കണ്ണ് കാണാത്ത ആളുകൾക്ക് അതിൽ ക്ഷമിച്ചതിൻ്റെ ഫലമായി അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും കണ്ണ് കാണാൻ കഴിയുന്ന രീതിയിൽ ജനിച്ചവർ, ഷുഗർ കൊണ്ടോ അല്ലാത്ത അസുഖം കൊണ്ടോ ഒന്നും മരണത്തിന് മുമ്പേ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താതെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയൊരു നിഅമത്തല്ലേ നമ്മുടെ 2 കണ്ണുകൾ, ചില്ലറയാണോ? എത്രയാണ് ഇതിൻ്റെയൊക്കെ കൂലി? ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു, കണ്ണ് കാണാതെ ചെന്നു. റബ്ബേ, ഈ വയല് കഴിഞ്ഞ് നമുക്ക് കണ്ണ് കാണാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ നടന്നു പോകാൻ കഴിയുമോ? ഈ പഴമള്ളൂർ എവിടെയെങ്കിലും ഉള്ളവരൊക്കെ ആണെങ്കിൽ പറയട്ടെ, നമുക്ക് കണ്ണ് കാണാതൊന്നും എന്തായിരിക്കും അവരുടെയൊക്കെ ലോകമല്ലേ? നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എന്തായിരിക്കും കണ്ണ് കാണാത്തവരുടെ ആ ലോകം? നബിയുടെ മുമ്പിലേക്ക് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബദരിയായ സ്വഹാബിയാണ്. കണ്ണ് കാണാത്ത ഈ സ്വഹാബി ബദറിൽ ഹബീബിന്റെ കൂടെയുണ്ട്. നോക്കണം, അത് അത്ഭുതല്ലേ? മഹാനവറുകൾ മുത്തുനബിയുടെ അടുത്ത് വന്ന കഥ പറയുന്നുണ്ട്. ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ഉദ്ധരിച്ച ഹദീസാണിത്. അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബിയുടെ അരികത്തേക്ക് ചെന്നു, എന്നിട്ട് നബിയോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു ദൂതരായി പറഞ്ഞയച്ചവരെ നബിയേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഭാഗ്യമായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരാളുണ്ടായിരുന്നൊരു സമയം. മുത്തുനബി തങ്ങളുടെ ആ വിയോഗമൊക്കെ സ്വഹാബത്തിന് താങ്ങാൻ കഴിയാതെ പോയത്. അങ്ങനെ വിഷമമുണ്ടോ? യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോട് ചെന്ന് പരാതി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, നബിയേ ഖദ് അൻകർതു ബസ്വരി, കണ്ണിന് കാഴ്ചയില്ല നബിയേ, എനിക്ക് കാഴ്ച കിട്ടാനല്ല ഈ പോയത് കേട്ടോ. എന്താ പറയേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീടുകളിൽ എങ്ങനെ നന്മ വിളയണം എന്നതിലേക്കുള്ള സൂചനകളാണ് ഇത്. ഈ വിഷയങ്ങൾ ഈ ടൈറ്റിലോ സമാനമായ ടൈറ്റിലുകളിലോ വേറെ വേറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വിഷയങ്ങൾ വേറൊരു ചർച്ച നടന്നിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ്. നമുക്ക് എങ്ങനെ അത് നന്മയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ചർച്ചയാണ്. അല്ലെങ്കിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. യാ റസൂലല്ലാഹ്, നബിയേ ഖദ് അൻകർതു ബസ്വരി, കണ്ണിന് കാഴ്ചയില്ല നബിയേ. വഅന ഉസല്ലി ലിഖൗമി, എന്നാൽ ഞാനാണ് എൻ്റെ നാട്ടുകാരുടെ ഇമാം. എങ്ങനെ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാനാണ് നബിയെ, എൻ്റെ മഹല്ലിൽ ഇമാം നിൽക്കുന്ന ആള് ഞാനാണ്.
വിഷമം അതല്ല റസൂലേ. ഫഇദാ കാനത്തിൽ അംത്വാർ, മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയാൽ, വസാലൽ വാദില്ലദീ ബൈനീ വബൈനഹും, എനിക്ക് നിസ്കരിക്കാൻ പോകേണ്ട പള്ളിക്കും എന്റെ വീടിനും ഇടയിലുള്ള മലഞ്ചെരുവിലൂടെ മഴവെള്ളം ഒരുപാട് കുത്തിയൊലിച്ചു വരികയും ചെയ്താൽ, ലാ അസ്തതിഉ അൻ ആതിയ മസ്ജിദഹും, അവരുടെ പള്ളിയിൽ ചെല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ നബിയെ, ഞാൻ കണ്ണു കാണാത്ത. അപ്പൊ എനിക്ക് അവർക്ക് പോയി ഇമാമ് നിൽക്കാൻ കഴിയില്ല, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കഴിയില്ലല്ലോ മഴവെള്ളപ്പാച്ചിൽ വന്നാൽ. വദിത്തു യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരാഗ്രഹം തോന്നി, ആ ആഗ്രഹം അങ്ങയെ ബോധിപ്പിക്കാൻ വന്നതാണ്. എന്താണ് ഈ ആഗ്രഹം? നമ്മളൊക്കെ എന്തായിരിക്കും പറഞ്ഞത്? വദിച്ചു, ഞാൻ കൊതിച്ചു പോകുന്നു, യാ റസൂലല്ലാഹ് നബിയേ അന്നക തഅതീനി, എന്റെ വീട്ടിലേക്ക് നബിയെ നിങ്ങൾ ഒരു നാൾ കടന്നു വരണം, എന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിൽ വരണം നബിയെ. അങ്ങനെ ഉണ്ടാവില്ല ഒരു ഉസ്താദിനോട്, തങ്ങളോട്, സയ്യിദന്മാരോടൊക്കെ എന്റെ പുറക്കൊന്ന് കയറി ഒന്ന് ദ്വാരക്കണേ, ആഗ്രഹം പറയില്ലേ? ഞാൻ കൊതിക്കുന്നു നബിയെ എന്റെ വീട്ടിലേക്ക് അങ്ങ് വരണം, അങ്ങ് വരണം. ഫതുസല്ലിയ ഫീ ബൈതി, എന്റെ വീട്ടിൽ ഒരു റൂമിൽ അങ്ങ് നിസ്കരിക്കുകയും വേണം നബിയെ. അങ്ങ് നിസ്കരിച്ചാൽ ഫഅത്തഖിദഹു മുസല്ലാ, ആ സമയങ്ങളിൽ മഴവെള്ളം വരുന്ന സമയത്ത് എനിക്ക് പള്ളിയിൽ പോവാൻ കഴിയാതെ വരുമ്പോൾ എന്റെ വീട്ടിലെ നിസ്കാര റൂമായി ഒരു നിസ്കാര റൂം ഉണ്ടാക്കാൻ വേണ്ടി നബിയെ അങ്ങ് നിസ്കരിച്ചു തന്നാൽ ആ ബറക്കത്തുള്ള സ്ഥലം ഞാൻ എന്റെ മുസല്ലയാക്കും നബിയെ. അതുകൊണ്ട് അങ്ങ് എന്റെ വീട്ടിൽ വന്ന് ഒരു ഉദ്ഘാടനം ചെയ്തു തരണം, എന്റെ വീട്ടിൽ ആദ്യമായി അങ്ങ് നിസ്കരിച്ചു തരണം. അതിനാ നബിയെ വടിയും കുത്തിപ്പിടിച്ച് കണ്ണു കാണാത്ത ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മുത്തുനബിയോട് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹ്, നമ്മുടെ വീടുകളിലൊക്കെ നിസ്കാര റൂം ഉണ്ട് പോലെ, പുതിയ വീടുകളൊക്കെ. അത് നല്ലൊരു കാര്യം കേട്ടോ, നല്ല സംഭവമാണ്, നമ്മളൊക്കെ ചെയ്യണം. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയാം, കൂണിക്കൂട്ടില് അല്ലെങ്കിൽ ആ റൂം ഇങ്ങോട്ട് വളഞ്ഞു വരുന്നിടത്ത് അവിടെ ഒരു ടേബിൾ ഇടാനും പറ്റില്ല. അത് നിസ്കാര മുറിയായിക്കോട്ടെ, ഒന്നരാൾക്ക് നിൽക്കാൻ വയ്യ അവിടെ. അങ്ങനെ പിഷ്കരുത് എന്ന് മാത്രമാണ്. അത് റാഹത്തുള്ള റൂമാക്കുക. കടന്നുറങ്ങാൻ അങ്ങനെ ഗ്രൗണ്ട് പോലത്തെ റൂം, നിസ്കരിക്കാൻ രണ്ടാക്കുക, അങ്ങനെയല്ല, ഒരു സൗകര്യമുള്ള റൂമാക്കുക. പറ്റുന്നവരങ്ങനെ ചെയ്യാം. പുരുഷന്മാർക്ക് വീടുകളിൽ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, നബിതങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. വീടുകളിൽ നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം പള്ളികൾ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ എത്രയോ ദറജ കൂടുതലാണ്. ബി25 ദറജ. ചില ഹദീസുകളിൽ വന്നത് ജമാഅത്തിന് 27 ഇരട്ടി കൂലി എന്ന് പറഞ്ഞ പോലെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ ചെയ്ത് പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിൽ ഫർള് നിർവഹിക്കുകയാണെങ്കിൽ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന സുന്നത്തിനേക്കാളും കൂലി വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ 25 ഇരട്ടിയുണ്ടെന്ന് വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാനിസ്കാരം കഴിഞ്ഞു, എണീറ്റ് ഓടുകയാണ്. ഉസ്താദുമാരൊക്കെ മുദരിസുമാരൊക്കെ റൂമിൽ പോയി നിസ്കരിക്കും. അപ്പോൾ ചിലരൊക്കെ വേക്കുന്നു, ഉസ്താദ് കണ്ടോ സുന്നത്ത് നിസ്കരിക്കാതെ പോണ്, ഇതിനെ നോക്കി നടക്കണ കുറേ മനുഷ്യന്മാരുണ്ടാവുമല്ലോ. ഉസ്താദ് റൂമിൽ പോയി നിസ്കരിക്കുക, ഉസ്താദ് അതിൻ്റെ മസലൊക്കെ പഠിച്ച ആളായിരിക്കും. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. എന്ത് ചെയ്യുക, ഓരെന്ത് ചെയ്തിട്ടുണ്ടാവും, അത് അറിയുന്ന വിധത്തിലായിരിക്കും ചെയ്യുക. റൂമിൽ ചെന്ന് നിസ്കരിച്ച കൂലി കൂടുതലാണ്. അപ്പോൾ ഉസ്താദ്മാരെ റൂമൊക്കെ പള്ളിയിൽ ഉണ്ടായി കൊടുത്താൽ റൂം പോയി നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാനൊക്കെ സൗകര്യം. അവിടെ തട്ടിത്തിരിച്ചില്ല, അവിടെ ഒന്നും വാതിൽ തുറക്കാനും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണും ചിലപ്പോൾ. ചില പിഷ്കന്മാർ കമ്മിറ്റിക്കാരുള്ളടത്തേ അങ്ങനെ ആവരുത്, സൗകര്യം ചെയ്തു കൊടുക്കുക. ഒക്കെ കൂലി കിട്ടുമെന്ന്, ഒക്കെ സുന്നത്തിന്റെ കൂലി കിട്ടൂലേ. അന്ന് കാലത്ത് 2016 കമ്മിറ്റി മെമ്പറായപ്പോൾ ചെയ്തു കൊടുത്തതാ. യാ അള്ളാഹ്, മരിച്ചുപോയി, ഇന്ന് 2056 കൊല്ലായി നീ സങ്കല്പിക്കുക. ഇത്രയും കൊല്ലം ഖബറിലേക്ക് ആ ഉസ്താദ്മാർ നിസ്കരിക്കണ കൂലിയാക്ക് കിട്ടൂലേ? കിട്ടും. നമ്മുടെ വീടുകളിൽ നിസ്കാര റൂം വേണം. നബി തങ്ങളോട് ആഗ്രഹം പറയുന്നു ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബിയെ എന്റെ വീട്ടിൽ നിസ്കരിച്ചു തരണം നബിയെ. അങ്ങ് നിസ്കരിച്ചു തന്നാൽ ഞാൻ അവിടം എന്റെ വീട്ടിൽ ഒരു നിസ്കാര റൂമാക്കി എടുക്കാം. അതിന് നമ്മൾ കുടിരിക്കലിനൊക്കെ ഉസ്താദ്മാരെ വിളിക്കുക, സയ്യിദന്മാരെ വിളിക്കുന്നു. ഒരു ബർക്കത്തുള്ള മനുഷ്യൻ ചെയ്തോട്ടെ, അത് റാഹത്തല്ലേ, ഒരു ബർക്കത്താ. ചില നമുക്ക് ആ വിശ്വാസമൊന്നുമില്ല. എൻ്റെ കൈ തന്നെ വലിയ പുണ്യമുള്ള കയ്യാണ്. എൻ്റെ നാട്ടിലൊരു സംഭവം അങ്ങനെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞൊരു നല്ലൊരു ഉസ്താദിനെ വിളിച്ച് ചെയ്തോ, വീട് പണിയൊക്കെ തുടങ്ങല്ലേ,
എൻ്റെ കയ്യിനിപ്പോൾ എന്താ കുഴപ്പം തന്നെ തുടങ്ങിയതാ. 15 കൊല്ലത്തോളമായി ഇപ്പോഴും കുടിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ വേണ്ട. ഞാൻ തന്നെ വലിയ ആളെന്ന് വിചാരിച്ചാൽ പാടില്ലല്ലോ. നമ്മളെക്കാട്ടും വലിയ ആൾക്കാർ എത്ര ഉണ്ട്? നമ്മളൊന്നുമല്ല എന്നാണ് വിചാരിക്കേണ്ടത്. ബറക്കത്തുള്ളവരെ കൊണ്ടുവരിക, അതൊക്കെ റാഹത്താ. അതിനാണ് തങ്ങൾ പറയുന്നത്, നബിയെ അങ്ങ് വന്നൊന്ന് നിസ്കരിച്ചു തന്നാൽ ഞാൻ അവിടെ നിസ്കരിക്കാം, അതെന്റെ മുസല്ലയാക്കാം നബിയെ. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നോക്കി പറഞ്ഞു, സഅഫ്അലു ഇൻഷാ അല്ലാഹ്, ഇത്ബാനെ ഞാൻ വരാം. മദീനയിൽ നിന്ന് എത്രയോ ദൂരെയാണ് അവരുടെ വീട്. ഹബീബായ നബി തങ്ങൾക്ക് മദീന ജീവിതത്തിൽ 40-ലേറെ ചെറുതും വലുതുമായ യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഗസ്വകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഘടനകളിൽ നബി തങ്ങൾക്ക് ഇടപെടേണ്ടി വന്ന കാലം. ആ തിരക്കിനിടയിലാണ് ഒരാൾ, കണ്ണു കാണാത്ത ഒരാള്, എന്റെ വീട്ടിൽ വരുമോ നബിയെ, ഇച്ചിരി ദൂരെയാണ്, അങ്ങ് വരികയും അങ്ങ് നിസ്കരിക്കുകയും ചെയ്താൽ എന്റെ വീടിനുള്ളിൽ അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ ഒരു മുസല്ല, നിസ്കരിക്കുന്ന ഒരു നിസ്കാര റൂം ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ. ആ ആഗ്രഹം എന്ന് പറയട്ടെ. സഅഫഅലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ വരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, അതായിരുന്നു റസൂലുള്ളാഹ്. ഏത് പാവപ്പെട്ടവർ വിളിച്ചാലും, മലയാളിമാർ വിളിച്ചാലും, സാധുക്കൾ വിളിച്ചാലും, ആര് വിളിച്ചാലും നബിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസക്കാർ വിളിച്ചാൽ മാത്രം പോവുക, അല്ലാത്തവർ വിളിച്ചാൽ പോകാണ്ടിരിക്കുക. അത് ഉസ്താദ്മാരും നിർത്തണം, എല്ലാവരും നിർത്തണം. അതൊക്കെ ഹുബ്ബു ദുനിയയുടെ ഭാഗമാണ്, ഉണ്ടായി പോകരുത്. അല്ലാഹു നമ്മുടെ ഖൽബുകളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ എല്ലാവരും ഇഖ്വാനി, അങ്ങനെ എല്ലാവരും ഒരുപോലെ. ഞാൻ വരാം, ഞാൻ ആ ദിവസമാവാൻ കാത്തിരിക്കുന്നു, ഞാൻ ആ ദിവസമാവാൻ കാത്തിരിക്കുകയാണ്. മുത്തുനബി തങ്ങൾ എപ്പോഴാണ് വരുന്നത്? എന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് നബി തങ്ങൾ വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാ സൂര്യൻ ഉദിച്ച് പ്രഭാതം ഒരൽപ്പം ചൂട് പിടിച്ച നേരം മുത്തുനബി തങ്ങൾ വരുന്നു. ഫഗദാ അലയ്യ റസൂലുള്ളാഹ്, മുത്തുനബി തങ്ങൾ അതാ എന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നു. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽമേൽ സന്തോഷം മറ്റെന്തുണ്ട്? ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് കൂടെ ഒരാളുമുണ്ട്, മറ്റാരുമല്ല, ഹബീബിന്റെ 61 കൊല്ലത്തെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. രണ്ടുപേരും വന്നു. എന്റെ വീട്ടിൽ കയറി വന്നപ്പോ ഫസ്തഅദന, എന്റെ നബി എന്നോട് സമ്മതം ചോദിച്ചു, ഉത്ബാനെ വീട്ടിലേക്ക് ഞാൻ കയറിക്കൊള്ളട്ടെയോ? ചെറുപ്പക്കാര് അട്ടിവരിട്ട് മനസ്സിലാക്കുക, വീട്ടിലേക്ക്, എന്റെ ചങ്ങായിന്റെ വീടല്ലേ, ഞാൻ ഓൽക്കൊരു ആങ്ങളെയും ഓന്റെ പെങ്ങന്മാരൊക്കെ എനിക്കൊരു പെങ്ങളുമല്ലേ. അങ്ങനെയൊന്നുമില്ല കുട്ടി, നീ ഉണ്ടാക്കിയ നിയമമാണ്. അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല. അടുക്കളേക്കാണ് ഓടിച്ചില്ല. ഓൻ പണ്ടേ ഇവിടെ വളർന്ന കുട്ടിയല്ലേ, സ്കൂളിൽ പോണ 2ാം ക്ലാസ് ഒന്നും കുഴപ്പമില്ല. അപ്പോൾ 12 കഴിഞ്ഞ് +2 താടി മീശയൊക്കെ മുളച്ചു തുടങ്ങിയില്ലേ. ഇപ്പോൾ ഓനൊരു അജ്നബിയായിട്ട് തന്നെ കാണണം. മോനൊരു അന്യ ആളാണ്. അങ്ങോട്ട് ഓടിച്ചെന്ന് കയറാൻ പാടില്ല. അവിടെ പെണ്ണുങ്ങളുണ്ടാവും തലയിൽ തട്ടടാതെ. വീടിൻ്റെ ഉള്ളിലല്ലേ, അവർക്ക് ഇത് എങ്ങനെ നിൽക്കാലോ, സ്വന്തം വീടിൻ്റെ ഉള്ളിൽ, അഹ്ലുൽ ബൈത്തിന്റെ ഉള്ളിൽ. അപ്പോൾ ഔറത്ത് കാണാൻ പാടില്ലാത്ത കണ്ടുകൊണ്ട് കണ്ടു. കുഞ്ഞിന് പാൽ കൊടുക്കണ കുട്ടി ഉണ്ടാവും, അവിടെ ഉമ്മ ഉണ്ടാവും, കെട്ടിച്ചു പോയ കുട്ടികളുണ്ടാവും. നീ അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല. സമ്മതം ചോദിക്കുക, ഞാൻ വരട്ടെ. വാതിൽക്ക് മുട്ടുക, ബെല്ലടിക്ക തുറക്കുക, കയറ. എന്നാ അതാ ഏർപ്പാട്. തുറന്നു തരാനൊന്നും നേരല്ല, അത് ഞാൻ തുറന്ന്, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ലോകത്തിന്റെ ഗുരു എന്നോട് സമ്മതം ചോദിച്ചു, ഞാൻ വരട്ടെ ഉത്ബാനെ വീട്ടിനകത്തേക്ക്. നമ്മൾ പഠിക്കണം. അതിനാണ് നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബിയെ വിളിച്ചു വരുത്തിയതല്ലേ. വീട്ടുകാരൻ തന്നെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. വീട്ടുകാരൻ അകത്താണ്. വരണമെന്ന് പറഞ്ഞു, ഞാൻ വരാം. പിന്നൊരു സമയത്ത് ചൊല്ലുന്നു, വീട്ടുകാർ പുറത്തില്ല. വീട്ടുകാരോട് സമ്മതം ചോദിക്കാതെ, സലാം പറയാതെ അകത്തേക്ക് കടക്കരുതേ എന്ന് എത്ര വിശദമായിട്ടാണ് സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത്. എന്നോട് സമ്മതം ചോദിച്ചു, ഞാൻ സമ്മതം കൊടുത്തു. നബിയേ, അങ്ങേക്ക് എന്തിന് സമ്മതം? വരൂ നബിയേ, വരൂ നബിയേ. നിബിതങ്ങൾ വീട്ടിലേക്ക് വന്നു. ഫലം യജ്ലിസ്, നിബിതങ്ങൾ വീട്ടിൽ ആദ്യം ഇരുന്നില്ല. നിബിതങ്ങൾ എന്നോട് ചോദിച്ചു, ഐന തുഹിബ്ബു അൻ നുസല്ലിയ മിൻ ബൈതിക, ഉത്ബാനെ നിങ്ങളുടെ ഈ വീട്ടിൽ ഏത് റൂമിലാണ് ഞാൻ പോയി നിസ്കരിച്ചു തരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? ആ റൂം നിസ്കാര റൂമാക്കാനല്ലേ? ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് നിസ്കരിച്ചു തരേണ്ടത് ഉത്ബാനെ എന്നോട് ചോദിച്ചു. നബി ഇരിക്കും മുമ്പ്
കണ്ണു കാണാത്ത ഞാൻ നബിയോട് എന്റെ വീടിന്റെ റൂം തപ്പിപ്പിടിച്ച്, ഇതാണ് നബിയെ, ഇത് ഈ റൂമിലാണ് ഞാൻ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഈ റൂമാണ് എന്ന് പറഞ്ഞു. ഹാദൽ മകാനു യാ റസൂലല്ലാഹ്. ഫഖാമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ഫകബ്ബറ, നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഫസഫഫ്നാ, ഞാനും സിദ്ദീഖ് എന്നവരും നബിയുടെ പിന്നിൽ ജമാഅത്തായി ഹബീബിന്റെ പിന്നിൽ നിന്നു. ഫസല്ലാ റകഅതൈനി, 2 റകഅത്ത് നബി തങ്ങൾ നിസ്കരിച്ചു. തുമ്മ സല്ലമ, നബി തങ്ങൾ സലാം വീട്ടുകയും ചെയ്തു. ഈ റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. നബി തങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിച്ചു തന്നു. വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാഹ വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങളുടെ വീടുകൾ നിസ്കാരം നിലനിർത്തുകയും നിങ്ങളുടെ വീടുകൾ ഖിബ്ലയാക്കണമെന്ന് ഈജിപ്തുകാരോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടായല്ലോ. വഅഖീമുസ് സ്വലാഹ, ആ വീടുകളിൽ നിസ്കാരം നടക്കണം. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയും അറിയിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ എന്താവാം, ഒരു നിസ്കരിക്കാനുള്ള വൃത്തിയുള്ള സ്ഥലം. അത് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. കുട്ടികളൊക്കെ കയറിയിറങ്ങി മുസല്ലിയിലൊക്കെ ഒരു നാറ്റം, നിസ്കാര കുപ്പായത്തിന് എന്തെന്നില്ലാത്തൊരു മണം, അങ്ങനെയൊന്നും ആവരുത്. നിസ്കരിക്കുന്ന സ്ഥലം നല്ല ശുദ്ധിയുള്ള. നമ്മുടെ നാട്ടിലൊക്കെ കാർപ്പറ്റ് തുടങ്ങിയിട്ടുണ്ട് പള്ളികളിലൊക്കെ, മാഷാ അല്ലാഹ്, നല്ല കാര്യം തന്നെയാണ്. ക്ലീൻ ആക്കണം. ഒന്നെടുത്ത് കയറി വരെ, കാല് നനഞ്ഞിട്ട് വരെ, ഒന്ന് വാക്യൂം ചെയ്യേണ്ട മെഷീനൊക്കെ അതിൻ്റെ ഒപ്പം ഒന്ന് വാങ്ങി വെക്കുക. പൊടി തട്ടിയെടുക്കാനേ. ഇത് സുജൂദ് കിടന്ന തുമ്മിയിട്ട് മനുഷ്യന്മാരെ കൊയങ്ങ, ഇമാമ് തല പൊക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സുജൂദ് കിടക്കുമ്പം ശ്വാസം വിടാൻ പറ്റണില്ല, ആ നിലക്കുള്ള നാറ്റം, ആ കാർപ്പറ്റ് ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക. നിസ്കരിക്കുന്ന സ്ഥലം തോഹിറായി ശുദ്ധിയുള്ള നല്ല സ്ഥലമാവണ്ടേ, നല്ല വൃത്തി വേണ്ടേ, അതല്ലേ അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ നമ്മുടെ നിസ്കാര റൂമുകളും അങ്ങനെയാവട്ടെ. അപ്പൊ നിസ്കാര റൂം, അവിടെ ഒരു മുസാഫ് വെച്ചു, മുസല്ലകളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ, പുരുഷന്മാർ അവിടെ തഹജ്ജുദ് അവിടെ നിസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ അവിടെ നിസ്കരിക്കുന്നു. എന്തൊരു അവിടെ ഒരു മുസാഫ് ഉണ്ടെന്ന് ഒന്ന് എടുത്ത് ഓതി നോക്കുന്നു, മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളുടെ റൂമിൽ നിന്ന് ഇരുട്ടുള്ള റൂമുകളിൽ അവർ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ഖൈറും ഉത്തമവും പ്രതിഫലവും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിനുള്ളിൽ നല്ല അടച്ചുറപ്പുള്ള റൂമായിട്ടൊരു മുസല്ലയുണ്ട്, അവിടെയും അവർക്ക് നിസ്കരിക്കാം, അതിനൊന്നും വിരോധമില്ല. പുരുഷന്മാർ പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതോടൊപ്പം വീടുകളിൽ അവർ സുന്നത്ത് നിസ്കരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ചില നിസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ നിർവഹിക്കുക. ഫർളല്ല, ഫർള് എന്ത് ചെയ്യണം? കഴിവുള്ള മുഴുവൻ ആളുകളും പള്ളികളിൽ ചെന്ന് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. എന്നാൽ വീടുകളിൽ നിങ്ങൾ ചില നിസ്കാരം നിർവഹിക്കണം. വലാ തത്തഖിദൂഹാ മഖാബിറ, അത് പള്ളിക്കാട് പോലെ നിങ്ങൾ ആക്കിക്കളയരുത്. ഇബാദത്ത് ചെയ്യപ്പെടാത്ത സ്ഥലമാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ നിസ്കാരം നടക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? പള്ളിക്കാട് പോലെ വീടാക്കരുത്, അവിടെ നിസ്കരിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീടിനുള്ളിൽ നിസ്കരിക്കുകയാണ് നബി തങ്ങളും പ്രിയപ്പെട്ട ഭാര്യ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈമൂന ബീവി മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അത് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് എന്നവരുടെ അമ്മായിയാണ്. ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടിയാ. നബി തങ്ങൾ വഫാത്താകുന്ന സമയം, തങ്ങൾക്ക് വഫാത്ത് സംഭവിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 10 അല്ലെങ്കിൽ 11, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത്ര 10 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നർത്ഥം, അത്രയേ ആയിട്ടുള്ളൂ, അത്രയും ചെറുപ്പം. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. മൈമൂന ബീവിയെ അമ്മായിയെ കാണാൻ വരുന്നു. അമ്മായിയെ കാണാൻ വരുമ്പോ ഒരു കുഞ്ഞ് എന്താണ് അമ്മായി എന്ന് പഠിക്കേണ്ടത്? അമ്മായിമാരുണ്ട് കല്യാണം കൊളാക്കാൻ. അമ്മായിയും ആങ്ങളും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അല്ലേ? അമ്മായിനോട് കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ അമ്മായി ആകെ ഉൽമാലാക്കും. അപ്പൊ അമ്മായിനെ കല്യാണത്തിന് വിളിക്കും, അല്ലെ സൽക്കാരത്തിന് വിളിക്കും. അമ്മായി എത്ര മോശക്കാര്, വായത്ര മോശമുള്ള കുറേ പെണ്ണുങ്ങളുണ്ട്. വർത്താനം പറഞ്ഞാൽ മനുഷ്യനെ വെറുപ്പിക്കുന്നതേ പറയുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അമ്മായിനെ കുടുങ്ങിയിട്ട് വിളിച്ചു. വിരുന്നേരൊക്കെ വന്നു. പുതിയാപ്പളുടെ കൂട്ടുകാരും പെണ്ണിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. വന്നിരിക്കുമ്പോൾ അമ്മായി ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മായി ഇരിക്കുക, എല്ലാവരും ചോറിക്കല്ലേ, ഞാൻ വയ്ക്കൂല. ആ മനുഷ്യന്മാർ അവിടെ ചെന്നിട്ട് കൊളാക്കാൻ, അതാണ് ഉദ്ദേശം. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഇങ്ങനെ വിളിച്ചു പറയാം,
ഞാൻ അത് വരാൻ വിചാരിച്ച കല്യാണമല്ല, പിന്നെ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവിടെ. അപ്പോൾ ഇതിൽ പെണ്ണിൻ്റെ കൂട്ടുകാരുണ്ടാവും, ആണുങ്ങളെ കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ കഥ കേട്ട് പെരക്കാരോട് വെറുപ്പും കൊണ്ട് തിരിച്ചു പോവുക. ഇപ്പം അമ്മായി ഇപ്പം എന്തിനാ വന്നത്? വരെയിരുന്നാൽ പോരായിരുന്നോ? ചോറട്ട വെച്ചിട്ടുമില്ല. ആ വന്നവരോടൊക്കെ എന്തോ പറഞ്ഞു വരുത്തിയിട്ട് എന്ത് ചെയ്തു? ആ സദസ്സന് കോളാക്കി. ഇങ്ങനത്തെ അമ്മായിമാരുണ്ടാവും. ഈ അമ്മായിമാരൊന്ന് കണ്ടു പഠിക്കല്ലേ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഒരു അമ്മായിൻ്റെ കഥ എപ്പം നമ്മൾ പറയാൻ പോണത് ഇൻഷാ അല്ലാഹ്. അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരണം. അമ്മായിമാരൊന്നും ചൂടാണ്ട് എന്ത് ചെയ്യുക? നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, ഏതോ നാട്ടിലെ അമ്മായിനെ പറ്റിയാണ്. ഇവിടെ ഒന്നും അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പഴമുള്ളവരൊന്നുമില്ലല്ലോ. ഒരു പണിയില്ലെങ്കിൽ സമൂസയൊക്കെ ഉഷാറായി ഉണ്ടാക്കൂലേ? ഒരു പണി കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ വർത്താനൊക്കെ നിന്നോളാം ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിച്ചു, സമൂസയൊക്കെ ഉണ്ടാക്കണ നാടല്ലേ? ഇത് ആണുങ്ങളാണോ ഉണ്ടാക്കണല്ലോ? ഇവിടുത്തെ പെണ്ണുങ്ങൾ ഉണ്ടാക്കണ്ടോ? അല്ല, ആണുങ്ങൾ ഞങ്ങളൊക്കെ തന്നെയാണ്. പെണ്ണുങ്ങൾക്ക് കുറച്ച് പണി കൊടുക്കുന്ന എന്ത് ചെയ്യും? കുറേയേറെ അനാവശ്യമായ വർത്താനങ്ങളൊക്കെ നിൽക്കും. ഒരു അധ്വാനം ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലും അധ്വാനിച്ച് ജീവിക്കുന്ന നാടാണ്, അത് വലിയ ഖൈർ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. സമൂസയൊന്നും ആൾക്കാരെ പറ്റിക്കണ കോലത്തിൽ ഉണ്ടാക്കരുത്. നല്ല വൃത്തിയിൽ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നല്ല കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമ്മായിയെ കാണാൻ വന്നു മൈമൂന ബീവിയെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന മുത്തുനബിയുടെ കുടുംബക്കാരനും തങ്ങളുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുന്നു. അന്ന് ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസ് എന്നവരെ. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നു. കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് നബിതങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അന്ന് ഒരു റൂമേ ഉള്ളൂ, ഒറ്റ റൂമിലാണ് നബിതങ്ങൾ നിസ്കരിക്കുന്നു. മൈമൂന ബിവി അമ്മായി ഉണ്ട് അവിടെ, ചെറിയ കുട്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ കുട്ടിയുണ്ട് അവിടെ കിടക്കാണ്. അമ്മായിനെ കാണാൻ വേണ്ടി വന്നതാണ്, അമ്മായിൻ്റെ അടുത്തേക്ക് വന്നതാണ്, മുത്ത് നബിയെ കാണാനൊക്കെ വന്നതാണ്. അവിടെ ഇങ്ങനെ ഒരു റൂമിലാണ്. നമ്മൾ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? ഒരു കോലായിൽ ഒരു കൂട്ടര് ഡൈനിങ് ഹാളിൽ നമ്മൾ ഇന്ന് പറയണ ഒരു ഇടനാഴി ഉണ്ടാവുള്ളൂ. അവിടെ ഒരു കൂട്ടർ കടന്നുറങ്ങും, അടുക്കളയിൽ ഒരു കൂട്ടർ കടന്നുറങ്ങും, പിന്നെ വാപ്പിയും റൂമിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇന്ന് കുറേ റൂമുണ്ട്. ഗസ്റ്റിന് വേറെ റൂം താഴെ മേലെ ഒരൊറ്റ ഗസ്റ്റ് നിൽക്കൂല. പാതിരാക്ക് തന്നെ വരേക്ക് പോകും, ഞാൻ എൻ്റെ കൂടിക്ക് പോകാറുണ്ട് അല്ലേ? ആരും നിൽക്കണില്ല. മുമ്പൊക്കെ ഒരുപാട് ആൾക്കാർ നിന്നിരുന്നു, ഇല്ലാത്ത അത്ഭുതമുള്ള കാലം. ആരും നിൽക്കണില്ല. പാതിരായാലും പറയാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഗസ്റ്റിന് വേണ്ടിയൊക്കെ റൂം ഉണ്ടാക്കി വെക്കണം. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമില്ല തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഒരു പഴയ കാലത്തെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ ആ സ്നേഹവും അടുപ്പൊക്കെ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ മനസ്സുകളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അത്ര കുഴപ്പം. നമ്മുടെ മനസ്സ് നന്നായാൽ ഇതൊക്കെ ശരിയാവും. എല്ലാവരും പൈസ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ എന്ത് ചെയ്യുക? ലോകത്ത് നന്മക്ക് വേണ്ടി ആര് നിൽക്കും? ഹൂ വുഡ് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്? ആരിവിടെ നന്മക്ക് വേണ്ടി നിൽക്കും? എല്ലാവരും പൈസ വേണമെന്ന് പറഞ്ഞാൽ. ആ ഒരു കൊച്ചു റൂമിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അനുഭവം പറയട്ടെ. എഴുന്നേറ്റ് നിൽക്കുകയാണ്. മുത്തുനബി തങ്ങൾ 4 റക്അത്ത് അവിടെ നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ കുഞ്ഞിത് കാണുകയാണ്. എൻ്റെ അമ്മായിയുടെ അമ്മായിക്ക എന്ന് പറയുന്ന അമ്മായിക്കാക്ക എന്ന് നമ്മൾ എന്താ പറയാ? അമ്മായിക്കാക്ക എന്ന് പറയില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ച കഥ കുട്ടി പറയാൻ. ഇത് പറയുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഒരുപാട് പിന്നീടുള്ള അനുഭവത്തിലാണ് ഈ പറയുന്നത്. മുത്തുനബി തങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചു. ഇശാ കഴിഞ്ഞ് വരികയാണ്, പള്ളിയിൽ നിന്നൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്നു. സുന്നത്ത് നബി തങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക. ഞാനത് കണ്ടു 4 റക്അത്ത്. എന്നിട്ട് നബി തങ്ങൾ ഉറങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, നബി ഉറക്കത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. മുത്തുനബി തങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ ഇബാദത്ത് എന്ന് കാണാൻ വളരെ കൊതിയോടുകൂടെ ഞാൻ വന്നതാണ് അമ്മായിയുടെ അരികത്തേക്ക്. ഞാൻ ഉറങ്ങിയിട്ടില്ല. നബി തങ്ങൾ കിടന്നുറങ്ങി. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വീണ്ടും എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റപ്പോ നബി തങ്ങൾ മൈമൂന ബീവിയോട് ചോദിച്ചു, നാമൽ ഗുലൈം, നമ്മുടെ ചെറിയ കുട്ടി ചെറുപ്പക്കാരൻ ഉറങ്ങിയല്ലേ എന്ന് നബി തങ്ങൾ ചോദിച്ചു. നാമൽ ഗുലൈം, നമ്മുടെ ചെറുപ്പക്കാരൻ, ചെറിയ ഗുലാം എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കുട്ടിയാണ്. ഗുലൈം എന്ന് പറഞ്ഞാൽ അതിലും ചെറിയ കുട്ടിയാണ്. സുഗൈർ ഹസൻ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ തസ്ഗീർ ചെയ്യാന്ന് പറയും. ചെറിയ നമ്മുടെ കുട്ടി ചെറുപ്പക്കാരൻ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. എത്ര റുപ്യുണ്ട്? 100 റുപ്യുണ്ട്. ഒരു 100 ആളുകൾക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. 500 ആക്കുണ്ട് സമ്മാനം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. കേട്ടോ റഹ്മാനി സാബ് പറയണത്? ലീക്കായോ സംഗതി? എന്നാ പറയാ. അല്ല, അൽഹംദുലില്ലാഹ്. അപ്പോ നമുക്ക് നിങ്ങൾക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൈ തരണ്ടേ ഞങ്ങൾ വരുന്ന സമയത്ത്? അപ്പോൾ അൽഹംദുലില്ലാഹ്
നമുക്കൊരു 500 തേൻകുപ്പിയോടെ ഉണ്ട്. അൽഹംദുലില്ലാ. ദുആ ചെയ്ത് റുഖിയ ചെയ്ത മന്ത്രിച്ചൂതിയ 500 കുപ്പിയുണ്ട്. നിങ്ങളെല്ലാവരും 500 ആക്കി, എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ കിട്ടൂല. 500 ആൾക്ക് തൗഫീഖുള്ളവർ എന്ത് ചെയ്യുക, നല്ല ഒരു സംഖ്യ കൊടുത്തിട്ട് വായിക്കുക. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എത്ര 1000 കുടിക്കുന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് 10,000 വില ശയിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൊടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. സംഘാടകർ കൊണ്ടുവരും ഇൻഷാ അതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാത്ത പോലെ കണ്ടക്ടർ പൈസ വയ്ക്കാൻ വരുന്നത് എന്നോടല്ല എന്ന് അങ്ങനെ ഇരിക്കരുതേ. എന്ത് ചെയ്യണം, ഒന്ന് വാങ്ങിക്കുക, പൈസ ഉള്ള കൊടുത്ത് വാങ്ങിക്കുക. അൽഹംദുലില്ലാ. പെണ്ണുങ്ങളെ ഭാഗത്ത് ആണുങ്ങളെ ഭാഗത്തൊക്കെ പോട്ടൊക്കെ ഒന്ന് തേനൊക്കെ കുടിച്ചിട്ട് ഒന്ന് അടുത്തില്ലാക്കും കൊടുക്കുക. വാങ്ങി ഞാൻ തന്നെ ഒറ്റയ്ക്ക് മുഴുവൻ കുടിക്കണമെന്നില്ല. കുറച്ച് കുടിച്ച് അടുത്താൽ കൊടുത്താൽ സ്വതക്കൻ്റെ കൂലി കിട്ടും, ഒരടുത്താൽ കൊടുത്താൽ ഓൽക്കും കിട്ടും. അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊക്കെ സഹിക്കാമല്ലോ അല്ലേ? വണ്ടി ഇവിടെ അല്ലേ? അൽഹംദുലില്ലാ. നാമൽ ഗുലൈം നബി തങ്ങൾ ചോദിച്ചു, നമ്മുടെ ചെറുപ്പക്കാരൻ ഉറങ്ങിയോ? ഇബ്നു അബ്ബാസ് ഉറങ്ങിയിട്ടുണ്ടോ? വഅന അൻദുറു ഇലൈഹി, ഞാൻ നബി തങ്ങളെയും കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങി എന്നാണ് നബി തങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ നബി തങ്ങൾ എന്നെ പറ്റി ഉറങ്ങി എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് കരുതി നബി തങ്ങളും ഭാര്യയും മൈമൂന ബീവിയും ആ രാത്രിയിൽ എഴുന്നേറ്റു. ഖാമ ഫസല്ലാ 4 റക്അഅത്ത്, നബി തങ്ങൾ വീണ്ടും നിസ്കരിച്ചു ഒരു 4 റക്അഅത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വുദു എടുത്ത് നിസ്കരിച്ചു. നബി തങ്ങൾ നിസ്കാരം തുടങ്ങുകയാണ്. അപ്പോഴേക്കും എനിക്ക് തോന്നി ഈ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തിക്കൂടല്ലോ. ഞാൻ ചടകുടഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്ന് നേരെ വുദു എടുക്കുന്ന സ്ഥലത്തേക്ക് ഓടി. ഫതവല്ലഅതു, ഞാനും വേഗം വുദു എടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴേക്കും നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹബീബിന്റെ പിന്നിൽ പോയി നിന്നു. ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കണോ ഇടത് ഭാഗത്ത് നിൽക്കണോ അതൊന്നും ചെറിയ കുട്ടിയായി എനിക്കറിയില്ലല്ലോ. ഞാൻ നബി തങ്ങളുടെ ഇടത് ഭാഗത്ത് പോയി സലാം തക്ബീർ ചൊല്ലി ഞാനും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നബിയുടെ ഇടത് ഭാഗത്ത് ചെന്നിരുന്നു. ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ചെവിക്ക് മെല്ലെങ്ങനെ പിടിച്ചിട്ട് എന്നെ നബിയുടെ നേരെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ നബിയുടെ പിന്നിൽ നിന്ന് വലതു ഭാഗത്തേക്ക് മാറി നിന്നു. വലതു ഭാഗത്തെയാണ് അവിടെയാണ് നിൽക്കേണ്ടതെന്ന് സുന്നത്ത് പാലിക്കാൻ. നബി തങ്ങൾ ചോദിച്ചു, അല്ല ഹബീബ് അങ്ങനെയാണ് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുമ്മ ഹവാലൈനാ, റബ്ബേ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ എന്ന് ഹബീബിന്റെ മിമ്പറിൽ നിന്ന് കൈകൊണ്ട് ഒരു വട്ടം വരച്ചപ്പോൾ ആ വട്ടം മദീനയുടെ ചുറ്റുഭാഗത്തും മഴയില്ലാതിരിക്കുകയും ആ നബി തങ്ങൾ വരച്ച വട്ടത്തിന്റെ പുറത്തേക്ക് കാർമേഘങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്തത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വളരെ വളരെ പ്രഗൽഭമായ റിവായത്തുകളിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മനസ്സുരുകി മനസ്സിൽ വെച്ച് ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതിശ് ശജറ. അൽഹംദുലില്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ് നിങ്ങളെ ഞാൻ എന്റെ നേരെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നിങ്ങൾ എന്തേ എന്റെ വലതു ഭാഗത്തേക്ക് മാറി നിന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് എന്ന തങ്ങളുകുട്ടി, ഹബീബിന്റെ തർബിയത്ത് കിട്ടിയ കുട്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ആർക്കാണ് നബിയേ അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ ആർക്ക് ധൈര്യം വരും നബിയേ? ആർക്ക് ധൈര്യം വരും? അങ്ങനെ അങ്ങയുടെ നേരെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ അങ്ങയോടുള്ള ബഹുമാനം കൊണ്ട് നബിയെ എനിക്ക് അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ തോന്നിയില്ല. ഇടത് ഭാഗത്ത് ഞാൻ നിന്നപ്പോഴല്ലേ എന്നെ അങ്ങ് മാറ്റി നിർത്തിയത്. എന്നാൽ ഞാനൊന്ന് വലതു ഭാഗത്തേക്ക് മാറി നിൽക്കട്ടെ എന്ന് ഞാനായി തന്നെ ചിന്തിച്ച് ചെയ്തതാ നബിയെ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് എന്ന കൊച്ചുകുട്ടി പറഞ്ഞപ്പോഴാണ് റളിയല്ലാഹു അൻഹുമാ മുത്തുനബി പറഞ്ഞത്, അല്ലാഹുമ്മ ഫഖ്ഹു ഫിദ്ദീൻ, ഈ കുട്ടിക്ക് നീ ഫിഖ്ഹ് കൊടുക്കണേ, ഈ കുട്ടിക്ക് നീ ദീനിന്റെ ജ്ഞാനം കൊടുക്കണമേ. വഅല്ലിംഹു തഅവീൽ, ഖുർആനിന്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണമേ. ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ആ പറഞ്ഞത്. എപ്പോഴാണ്
സയ്യിദും റസൂലുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, പാതിരാത്രിയിലെ ദുആയാണത്. ഹബീബിനോട് കാണിച്ച ഹുർമത്ത്, നബിയോട് കാണിച്ച അദബ്, നബിയോട് കാണിച്ച ബഹുമാനം. അൽ ഇൽമു അൽ അദബ്, ഇൽമെന്ന് പറയുന്നത് ലൈസ ബികസറത്തിൽ റിവായ, ഒരുപാട് റിവായത്ത് ചെയ്യുകയോ ഒരുപാട് മസ്അല പറയുകയോ ഇത് മാത്രമാണോ ഇൽമ്? ഇൽമെന്ന് പറയുന്നത് അദബല്ലയോ? മാ വഖറ ഫിൻ നഫ്സ് മാ വഖറ ഫിൽ ഖൽബ്, ഈമാൻ ഉറച്ചു പോകുന്നതും അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടാകുന്നതും ഇതല്ലയോ ഇൽമ്? ഇതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? മസ്അല പറയൽ മാത്രമാണോ ഇൽമ്? ഹദീസുകൾ റിവായത്ത് ചെയ്യൽ മാത്രമാണോ ഇൽമ്? ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കലാണോ ഇൽമ്? തെളിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കലാണോ ഇൽമ്? ഇൽമ് അതിലും അപ്പുറം അല്ലാഹു നൽകുന്ന നൂറാണ്. ആ നൂർ അല്ലാഹു നൽകുന്നത് ഇൽമിനോട് അദബ് കാണിക്കുന്നവരാ, ഉലമാഇനോട് ബഹുമാനം കാണിക്കുന്നവർക്കാണ്. അത് ചോദിച്ചു വാങ്ങിയല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്, ഹബീബ് സമ്മാനം കൊടുത്തു. ഈ രാത്രിയിൽ ഈ കുഞ്ഞിന് കൊടുക്കണം റബ്ബേ, ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. ആ ഇൽമിന്റെ ദുആയാണ് മഹാനവറുകൾ ലോകാലോകങ്ങളിൽ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടാൻ മാത്രം ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തിയത് ഹബീബായ നബി തങ്ങൾ അന്ന് നിസ്കരിച്ച രാത്രിയിലെ അനുഭവത്തിലൂടെയാണ്. സ്വന്തം അമ്മായിയെ മൈമൂന ബീവിയെ കണ്ടപ്പോ ഈ കുട്ടി ഓർക്കുന്നത് എന്താണ്? മൈമൂന ബീവിയുടെ നിസ്കാരമാണ്, തന്റെ അമ്മായി കാക്കയുടെ നിസ്കാരമാണ്, അഷ്റഫുൽ ഖൽഖിന്റെ നിസ്കാരമാണ്, രാത്രിയിലെ തഹജ്ജുദിന്റെ കഥയാണ്. നമ്മുടെ അമ്മായിയെ കണ്ടാൽ, നമ്മുടെ അമ്മാവനെ കണ്ടാൽ നമ്മുടെ മക്കൾക്ക് എന്ത് പഠിക്കാനുണ്ട്? നമ്മുടെ മക്കൾക്ക് എന്ത് പഠിക്കാനുണ്ട്? എന്റെ അമ്മായി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട്, കുട്ടിക്ക് പറയാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുക, റിമോട്ടും പിടിച്ചിരുന്നിട്ട് ചാനലുകളായി മറിഞ്ഞ് ഒരു സീരിയൽ കഴിയുമ്പോൾ അടുത്ത സീരിയല്, പരസ്യം വരുമ്പോഴേക്കും അടുത്ത സീരിയല്, ഇങ്ങനെ തിരിച്ചും മറിച്ചും 7 മണിക്കങ്ങ് തുടങ്ങി പാതിരാത്രി 11 മണി വരെ എന്റെ അമ്മായിയോ എന്റെ മൂച്ചമ്മയോ എന്റെ ഉമ്മയുടെ ജേഷ്ഠത്തിയോ അനുജത്തിയോ ടിവിയുടെ മുമ്പിലിരുന്ന കഥയല്ലാതെ നമ്മുടെ മക്കൾക്ക് മൈമൂന ബീവിയും അഷ്റഫുൽ ഖൽഖും ചെയ്ത ഇബാദത്തിന്റെ കഥകൾ നമ്മുടെ മക്കൾക്ക് ഇന്ന് പറയാൻ കിട്ടുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ നന്മ വിളയണമെങ്കിൽ നന്മ ചെയ്യുന്നവർ അവിടെ വേണ്ടേ? നന്മ ചെയ്യുന്നവർ അവിടെ വേണം. അല്ലാഹു നമ്മുടെ വീടുകളെ നന്നാക്കി തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കെ ജസാക്കുമുല്ലാഹ് ഖൈർ. ഇത് കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? ഞാൻ വെള്ളം കുടിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മാതൃക അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് ഹബീബിന്റെ കുടുംബം, ഈ ഉമ്മത്തിന്റെ സ്വഹാബത്ത്, അവിടുത്തെ താബിഈങ്ങൾ, അങ്ങനെയാണ് ഈ ഉമ്മത്തിന് നല്ല നന്മ വിളയുന്ന വീടുകളെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയാണ് മുആവിയത്ത് ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു, അവരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം. താബിഈങ്ങളിൽ പ്രമുഖനായി ജീവിച്ച മഹാനായ മുആവിയത്ത് ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മക്കളോട് പറയും, കുട്ടികളെ നേരത്തെ ഉറങ്ങിക്കോളൂ, എല്ലാവരും വേഗം ഉറങ്ങിക്കോളൂ എന്ന് പറയും. വീട്ടിൽ വല്യപ്പ അല്ലെങ്കിൽ വാപ്പ മക്കളോട് ഉറങ്ങിക്കോളൂ, മക്കളെ വേഗം ഉറങ്ങിക്കോളൂ. കുട്ടികൾ പറയും, ചിലരൊക്കെ അഭിമാനം പറയും, എന്റെ കുട്ടി രാത്രി 2 മണിക്ക് എന്റെ ഒപ്പ കിടന്നുറങ്ങാൻ. സുബ്ഹാനല്ലാഹ്. എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള അറബിക് സ്റ്റാഫ് ഉണ്ട്, ഓര് പറയും, ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് വാട്സപ്പിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മീറ്റിംഗിൽ ഇരിക്കുമ്പോഴൊക്കെ ഉറക്കം വന്നു തുടങ്ങും, അല്ലെങ്കിൽ ക്ഷീണം വന്നു തുടങ്ങും. ഇംഗ്ലീഷുകാരൊക്കെ നല്ല ഉന്മേഷത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്, മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അഭിപ്രായം രേഖപ്പെടുത്തുന്നു, ചർച്ചയിൽ പങ്കെടുക്കുന്നു. മറ്റവരൊക്കെ ഉറങ്ങിത്തുന്നത് എപ്പോഴാണ് കഴിയാമെന്നും പറയിച്ചിരിക്കുക. എന്തേ? അവർ നേരത്തെ കിടന്നുറങ്ങി ഉന്മേഷത്തിൽ വന്നതാ. ഇത് പാതിരാവോളം ഉറക്കൊഴിച്ചിട്ട് രാവിലെ മുഖം തുടച്ചിട്ട് വരികയാണ്. ആ വ്യത്യാസം നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അവരാ ചെയ്യണത്. അപ്പം ആ നന്മയൊക്കെ നമുക്ക് സ്വീകരിക്കാം, അത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്.
മുആവിയത്ത് ഇബ്നു ഖുർറ റളിയല്ലാഹു അൻഹു മക്കളോട് പറയും, മക്കളെ ഉറങ്ങണേ, ഉറങ്ങണേ മക്കളെ, ലഅല്ലല്ലാഹ അൻ യർസുഖഹും മിനൽ ലൈലി ഖൈറാ, ഈ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ തന്നേക്കും, അതുകൊണ്ട് ഉറങ്ങണേ മക്കളെ, ഉറങ്ങണേ, വേഗം ഉറങ്ങിക്കോളൂ, ഈ രാത്രിയിൽ ഒരു നന്മ അല്ലാഹു തന്നേക്കും. എന്താണ് ആ നന്മ? തഹജ്ജുദ് നിസ്കരിക്കാൻ തൗഫീഖ് ഉണ്ടാവുന്നു. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ വേള ഇങ്ങനെ നീണ്ടുപോയ റബ്ബിന്റെ തഹജ്ജുദിന്റെ സുബഹിയൊക്കെ മുടങ്ങുമല്ലോ എന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. എന്ത് ചെയ്യണ്ട, അതിലൊരു വിഷമൊന്നും തോന്നണ്ട. നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങളുടെ ഫർള് സുന്നത്തിനേക്കാളും വലുതാണ്, അല്ലേ? അപ്പോൾ അതിൽ വിഷമം, ഞാൻ ആരെങ്ങനെ പോകണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ വേണ്ടല്ലേ? എന്ത് മൂത്രമൊഴിക്കാനൊക്കെ പോകുന്നുണ്ടാവും, അല്ലേ? ഇവിടെ മൂത്രമൊഴിക്കാനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ടോ? ഒരു ആൾക്കൂട്ടൊക്കെ ആകുമ്പോൾ ഒരു ഹമ്മാമും വെള്ളം കുടിക്കാനൊക്കെ സൗകര്യം ഉണ്ടോ? ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അവിടെ പാട്ടിയും വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഒരു സ്ഥലത്ത് വേലത്തിന് പോയപ്പോൾ ഈ തിരുവേഗപ്പുറയിലേ വേല തുടങ്ങാൻ നേരത്തെ ലിസ്റ്റ് തന്നിരുന്നു. അതിൻ്റെ ഇടയിൽ അത് എഴുതിയത് എന്താണെന്ന് വേലത്തിൻ്റെ ഇടയിൽ വായിച്ചില്ല. ഈ ഇടയ്ക്ക് ഓരോ ലിസ്റ്റ് വരുമ്പോൾ ഒരു ജാതി സുഖമില്ലല്ലോ. അപ്പോൾ അവസാനം വായിച്ചു. അപ്പോൾ ഇതേപോലെ ഈ പന്തലിപ്പോടെ ഉള്ളതാണ്, ഒരു പെർമനന്റ് പന്തലുണ്ട് അവിടെ. പന്തലല്ല, ഒരു ഷീറ്റ് ഇട്ടിട്ടൊരു സ്ഥലം. അപ്പോൾ ദ്വാരക്കണ കൂട്ടത്തിൽ വായിച്ചു നോക്കുമ്പോഴാ ഉസ്താദേ, ആ ഇടത് ഭാഗത്തുള്ള പന്തലിൽ നിൽക്കുന്ന ആളുകളോട് മാറി നിൽക്കാൻ പറയണം, പാമ്പ് ശല്യം ഉണ്ട് അവിടെ. ഇത് കാണുന്നത് വേള കഴിയുമ്പോഴാണ്. എന്തോ ഗുരുത്തത്തിന് ആരും പാമ്പടിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ വെള്ളമുണ്ട്, പാമ്പ് ശല്യമൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് തന്നെയല്ലേ? സംഘാടകർ ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ വേദന വരുന്നവർ നമ്മുടെ അതിഥികളാണ്, അവർക്കുള്ള സൗകര്യം പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറാക്കി തരട്ടെ. മുആവിയത്ത് ഇബ്നു ഖുർറ തങ്ങൾ, മക്കളെ ഉറങ്ങണേ, ഉറങ്ങണേ, ലഅല്ലല്ലാഹ അൻ യർസുഖകും മിനൽ ലൈലി ഖൈറാ, ഈ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തന്നേക്കും, എന്തെങ്കിലും നന്മ തന്നേക്കും, അതുകൊണ്ട് ഉറങ്ങിക്കോളൂ, വേഗം ഉറങ്ങിക്കോളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ, കടന്നുറങ്ങിക്കോളൂ, നേരത്തെ ഉറങ്ങിക്കോളൂ എന്ന് മക്കളോട് പറയുന്നു. മുആവിയത്ത് ഇബ്നു ഖുർറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ എന്തിനാണെന്നറിയോ? എല്ലാവരും കടന്നുറങ്ങി. സുബ്ഹിന്റെ മുമ്പ് ഹത്താ യഖൂമു ആഖിറൽ ലൈൽ, മുആവിയത്ത് ഇബ്നു ഖുർറ തങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അതാ കാണുന്നത്. സുബ്ഹിന്റെ മുമ്പ് തന്നെ എല്ലാവരും ഉണർന്നു. നമുക്ക് സുബൈക്ക് വാപ്പ വിളിക്കാറുണ്ട്, തട്ടി വിളിക്കാറുണ്ട്, ഉമ്മ വിളിക്കുന്നൊക്കെയാ പറയാ. ചിലത് വിളിച്ചു ഉമ്മ തോറ്റു പോകലാണ്, എണീക്കൂല, ബ്ലാങ്കറ്റൊക്കെ പോച്ചിട്ടിട്ട്. അങ്ങനെയല്ല, സുബഹിന്റെ മുമ്പേ ആ വീട്ടിൽ ഉണർന്നു. എന്തൊരു രസമായിരിക്കും, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ വീടുകളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ഉറക്കിന് രസമുണ്ട്, പക്ഷെ അതിലേറെ രസം ഇബാദത്തിനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ മഹത്വം. മഹാനായ ആമിർ ഇബ്നു അബ്ദ് ഖൈസ് തങ്ങളുടെ വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കാം. പഴമുള്ളൂർക്കാരല്ല, ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞ സലഫുസ് സ്വാലിഹീങ്ങളാണ്. ഇവിടെയുള്ള വീട് എന്നൊക്കെ പറയുമ്പോൾ നല്ല വീടുകളാണ്, ഒരുപാട് സയ്യിദന്മാരുള്ള നാടാണിത്, അൽഹംദുലില്ലാ. ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുണ്ട്, അവിടെ സഹോദരൻ ഫൈനാസ് തങ്ങളുണ്ട്, പിന്നെ പാണക്കാട്ടെ തങ്ങളൊക്കെ ഇവിടേക്കാണ് ജനിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. മഹാനായ കാളമ്പാടി ഉസ്താദൊക്കെ ദർസ് പഠിച്ച സ്ഥലം ഇവിടെയാണ്. മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയൊരു സൗഭാഗ്യം. അല്ലാഹു ആ നന്മ ഖിയാമത്ത് നാൾ വരെ ഇൽമിന്റെ ആ ഒരു പുണ്യം ഈ നാടിനും പരിസരത്തിനും അല്ലാഹു നൽകട്ടെ. ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കാണുമ്പോ പ്രിയപ്പെട്ട മോള് പറയും, യാ അബതാ, ഉപ്പാ ഉപ്പാ, ജനങ്ങളെല്ലാരും കടന്നുറങ്ങുമ്പോ മാലി അറന്നാസയനാമൂന വല അറാക തനാം, നിങ്ങൾ ഉറങ്ങാറില്ലല്ലോ ഉപ്പാ, ജനങ്ങളൊക്കെ ഉറങ്ങാണ് ഉപ്പ, നിങ്ങൾ ഉറങ്ങുന്നത് കാണുന്നില്ലല്ലോ ഉപ്പ, നിങ്ങൾ എന്താണ് ഉപ്പ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്ന മോള്. ആമിർ ഇബ്നു അബ്ദ് ഖൈസ് തങ്ങളുടെ മോളോട്, യാ ബുനയ്യ, എന്റെ മോളെ, ഇന്ന ജഹന്നമ ലാ തദഉ അബാക യനാം, മോളെ, നരകം നിന്റെ ഉപ്പയെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല മോളെ എന്ന് ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ, വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയും. നമ്മുടെ വീടുകളിൽ കണ്ണേറിന്റെ ശല്യം, സിഹിറിന്റെ ശല്യം, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ, വീട്ടുകാർക്ക് സമാധാനമില്ല, വീട്ടിൽ സ്വസ്ഥതയില്ല, കാര്യങ്ങളൊക്കെ താറുമാറ് അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ ആക്കിയിട്ടുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വീടുകളെ അള്ളാഹു സമാധാനം നൽകുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടോ? മകൻ വാപ്പയെ കാണുന്നു,
ഭാര്യ ഭർത്താവിനെ കാണുന്നു. ഓരോരുത്തരും കണ്ടുപഠിക്കുകയാണ്. ലോക പ്രശസ്തനായ ആലിം, ഹദീസിന്റെ പണ്ഡിതൻ, മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാം, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു വാപ്പയുടെ ഹദീസുകൾ മുസ്നദ് എമ്പാടും രേഖപ്പെടുത്തുകയും റിവായത്ത് ചെയ്യുകയും വാപ്പയുടെ ഇൽമു ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്ത മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാമിന്റെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വാപ്പയെ കുറിച്ച് എന്താ പറയുന്നത്? വാപ്പയെ കുറിച്ച് നമ്മളെ മക്കളൊക്കെ പറയും, എൻ്റെ വാപ്പാക്ക് വലിയുണ്ട്, സിഗരറ്റ് വലിയുണ്ട്. കാരണം പറയാ, വാപ്പ മുത്താപ്പാനെ കാണുമ്പോൾ താഴെട്ട് ഇരിക്കലാണ് ഉഷാറിൽ. ഞാൻ കണ്ടിരിക്കണ വാപ്പ വലിക്കണത്. കാരണം ചിലപ്പോൾ കള്ളുകൂടിയൊക്കെ ഉണ്ടാവും, പല കഥകളുണ്ടാവില്ലേ. ചെറുത് പറയാ, കുട്ടി ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ വാപ്പ പറയണം, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലട്ടോ കുട്ടികളെ, ഇസ്രവേലും പാടില്ല, വാപ്പപ്പുറത്ത് വലിക്കണത് കാണുന്നുണ്ടല്ലേ, വാപ്പ അങ്ങാടി കുത്തിറന്ന് ചെയ്യുന്നതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് തർബിയത്ത് ഉണ്ടാവുക? നമ്മുടെ മക്കൾ നന്നാവണം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അധ്വാനിക്കണം എന്നാ. വാപ്പയെ കുറിച്ച് പറയട്ടെ, ഒരു മോൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു വാപ്പയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കാന അബി യഖറഉ കുല്ല യൗമിൻ സുബ്ആ. എന്റെ ഉപ്പ എല്ലാ ദിവസവും ഖുർആനിന്റെ 1/7 ഓതുമായിരുന്നു. രാത്രിയിലെ നിസ്കാരങ്ങളിൽ ഖുർആനിന്റെ 1/7 സുബ്ഹ്, ഖുർആനിന്റെ 1/7 എന്റെ വാപ്പ ഓതും. അതിനർത്ഥം എന്താണ്? രാത്രി നിസ്കാരങ്ങളിലൂടെ മാത്രം ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്റെ ഉപ്പ ഖത്ം തീർക്കാറുണ്ട്. അങ്ങനത്തെ ഉപ്പയാണ് എന്റെ ഉപ്പ എന്ന് അഭിമാനം പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ 7 ദിവസത്തിൽ ഖുർആൻ, അതിലും കുറഞ്ഞ സമയത്ത് മനപ്പാഠം അവർ ഖുർആൻ ഓതി തീർത്ത അനുഭവങ്ങൾ വേറെയുണ്ട്. ഭാര്യ കാണുന്നുണ്ട് ഭർത്താവിനെ. മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുമായിരുന്നു, മസ്റൂഖ് തങ്ങൾ രാത്രിയായി നിസ്കരിക്കാൻ നിന്നാൽ ഞാൻ പിന്നിൽ ചെന്ന് ഇങ്ങനെ കരയും. അബ്കിയലൈ, എന്റെ ഭർത്താവിന്റെ നിസ്കാരം കാരണം കാലുകളിൽ നീര് വന്ന് വീർത്തത് കാണുമ്പോ എന്റെ ഭർത്താവിനോട് സങ്കടം തോന്നി. ഈ വേദനയിലും വിഷമത്തിലും എന്റെ ഭർത്താവ് നിസ്കാരം നിർത്തുന്നില്ലല്ലോ, സുന്നത്തായ തഹജ്ജുദ് നിസ്കാരം. ഇത് കാണുമ്പോ ഞാൻ പിന്നിൽ നിന്ന് ഇങ്ങനെ കരയുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ കാലിൽ നീര് വന്നിട്ട് പിന്നെ അവർക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. കാല് നീര് വന്ന് വീർക്കുമായിരുന്നു. ഞാൻ ദുആ ഇരക്കും, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ അസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യുഈന, എന്റെ ഭർത്താവിന് നീ സഹായം ചെയ്യൂ റബ്ബേ, എന്റെ ഭർത്താവിന് രോഗം മാറ്റി കൊടുക്കുക എന്ന് എന്റെ ഭർത്താവിന്റെ പിന്നിലിരുന്ന് എനിക്ക് അത്രത്തോളം ഈമാനോ ഉന്മേഷമോ കാണില്ല. എന്നാലും എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമായിരുന്നുവെന്ന് മസ്റൂഖ് തങ്ങളുടെ ഭാര്യ പറയുന്നു. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പറയും, ഞാൻ തൊലാക്കല് വിട്ടല്ലേ, ഞാൻ പോവാ, നിങ്ങൾക്ക് നിസ്കാരമൊക്കെ ആണെങ്കിലേ ഒരു ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ട വേറെ റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാവും, ഇതൊന്നും എനിക്ക് കിട്ടണില്ല, ഞാൻ പോവാ ബോറടിച്ചിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോണ എത്ര പെണ്ണുങ്ങളുണ്ടെന്ന തിരിച്ചുണ്ട് കേട്ടോ. ഭർത്താവൊക്കെ നന്നായി കിട്ടണേ പഠിച്ചോനെ എന്ന് വിചാരിച്ചത് ദ്വാരക്കായി എത്ര ലിസ്റ്റ് വരും. എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി, എൻ്റെ ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം, ഇതൊക്കെ മൈക്കിൽ വിളിച്ചു പറയാൻ മടിയായി പോവാ. വല്ല നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ കേൾക്കുമ്പോഴേ നമ്മളെ ഗവൺമെൻറ് അടി ഇത് സ്ഥിര ഏർപ്പാടാന്നൊരു മനസ്സിലാക്കൂലേ. ഇതൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോഴേ ദ്വാരിപ്പിക്കുക, സങ്കടം കൊണ്ട് ദ്വാരിപ്പിക്കുക. മനുഷ്യന്മാരെ ആമീൻ പറഞ്ഞ് നന്നായാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ. മസ്റൂഖ് തങ്ങളുടെ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്: അവരുടെ നിസ്കാരം കണ്ട് ഞാൻ കരയും, പാവല്ലേ, കാലിൽ നീര് വന്ന് വീർത്തിട്ടും വയ്യ, നിസ്കാരം കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂല. ഞാൻ പറയും, റബ്ബേ എൻ്റെ ഭർത്താവിന് ആഫിയത്ത് കൊടുക്ക്, ഞാൻ ദുആ ചെയ്യും. അങ്ങനത്തെ ഒരു പെണ്ണ്. അഹ്മദ് തങ്ങളുടെ മോനെ പോലത്തൊരു മോൻ, ഇബ്നു അബ്ബാസ് തങ്ങളുടെ അമ്മായിയെ പോലത്തൊരു അമ്മായി, ഇബ്നു അബ്ബാസ് തങ്ങളുടെ അമ്മായിക്കയെ പോലത്തൊരു അമ്മായിക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിന്റെ പാഠങ്ങൾ അങ്ങനെയാണ്. മഹാനായ വക്കീഅ റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ, അവരുടെ ഒരു വീടിന്റെ കഥ. കാന അലിയുൻ വൽ ഹസൻ, സ്വാലിഹ് ഇബ്നു ഹയ്യ് തങ്ങളുടെ 2 മക്കൾ അലിയും ഹസനും. സ്വാലിഹ് ഇബ്നു ഹയ്യ് എന്ന മഹാന്റെ 2 മക്കളുടെ കഥയാണ്. അവരുടെ രാവുകൾ വാപ്പയുടെ മരണശേഷം അവര് 3 പാതിയാക്കി തീർക്കും, 3 ഭാഗമാക്കിയിട്ട്. ഒന്ന് അലി എന്നവരും ഒരു ഭാഗം ഹസൻ എന്നവരും പിന്നെ അവരുടെ ഉമ്മയും. ഇവര് 3 പേരും ഒരു രാത്രി വീതിച്ചെടുക്കും. എങ്ങനെയെന്നറിയോ? രാത്രി എല്ലാവരും കടന്നുറങ്ങാൻ നിൽക്കുമ്പോ രാത്രിയെ 9 മണിക്കൂറുള്ള രാവാണെങ്കിൽ ആദ്യത്തെ 3 മണിക്കൂർ അലി എന്നവരെ നിസ്കരിക്കും. എന്നിട്ട് അനുജനെ വിളിക്കും, ഹസൻ എന്നവരെ.
ഹസൻ അവർ എഴുന്നേറ്റ് അടുത്ത 3 മണിക്കൂർ, എന്നിട്ട് ഉമ്മയെ വിളിക്കും. ഉമ്മ ബാക്കി അവര് റിലേ ഓട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനല്ലേ റിലേ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ ആദ്യത്തെ 3-1 നിസ്കരിച്ചു, ഉറങ്ങി. അടുത്ത ആളെ വിളിച്ചു, അദ്ദേഹം എണീറ്റു നിസ്കരിച്ചു, പിന്നെ ഉറങ്ങ്. ഉമ്മയെ വിളിച്ചു, ഉമ്മ സുബഹി വരെ, പിന്നെ ഉമ്മ മക്കളെ വിളിക്കുന്നു. മാഷാ അല്ലാഹ്, അങ്ങനത്തെ വീടുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവരെ കൊണ്ടാണ് അല്ലാഹു ഈ ഉമ്മത്തിന് ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രഗൽഭനായ സ്വഹാബി, അവരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനെ കുറിച്ച് അബൂ ഉസ്മാൻ അൻ-നഹ്ദി റളിയല്ലാഹു അൻഹു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അതിഥിയായി ചെന്നു, അബൂ ഹുറൈറ തങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി ചെന്നു. നോക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ വീട്ടിൽ ഞാൻ 7 രാവുകൾ താമസിച്ചു. ബഹുമാനപ്പെട്ടവരും അവരുടെ പ്രിയപ്പെട്ട ഭാര്യയും അവരുടെ ഖാദിമും രാത്രി മുഴുവനും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കഴിഞ്ഞാൽ ഒരാൾ, അവർ കഴിഞ്ഞാൽ അടുത്ത ആള്. ആരൊക്കെ? വീട്ടിലെ ഖാദിമ്, അബൂ ഹുറൈറ തങ്ങള്, ഭാര്യ. നേരത്തെ ചെയ്ത രാത്രി അള്ളാഹു ആ വീട്ടിലേക്ക് നോക്കുന്ന പക്ഷം നിസ്കാരം നടക്കാത്തൊരു മിനിറ്റോടെ കഴിഞ്ഞു പോകുന്നില്ല. അതാണ് എന്റെ രസം. ഒരാളെങ്കിൽ ഒരാൾ അവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉപ്പമാരും വല്ലിപ്പമാരും നമ്മുടെ മുൻഗാമികൾ ചെയ്ത നന്മ കൊണ്ടായിരിക്കും മുഅ്മിനെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നിഅമത്തുകളൊക്കെ. അവര് ചെയ്ത നന്മയാണ്. റബ്ബേ, എന്റെ മക്കളെ കഷ്ടപ്പെടുത്തരുതേ എന്ന്, എന്റെ മക്കളുടെ മക്കളെ കഷ്ടപ്പെടുത്തരുതേ എന്ന് നമ്മുടെ വല്ലിപ്പമാർ ചെയ്ത ദുആയായിരിക്കും. ഗൾഫിന്റെ വാതിലിലൂടെയോ ഈ നാടിന്റെ നിഅമത്തുകളിലൂടെയോ അല്ലാഹു നമുക്ക് അവന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു തന്നത് നമ്മുടെ മുൻഗാമികൾ ചെയ്ത നന്മയുടെ ഫലമാണ്. അല്ലാഹു തആല ആ നന്മകൾ തലമുറകളിൽ അല്ലാഹുവേ നീ നിലനിർത്തി തരണേ തമ്പുരാനേ. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ നബിയെ പറ്റി പറഞ്ഞു കൊടുക്കൂ നബിയേ. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദൗത്യം സത്യസന്ധമായി നിർവഹിച്ച ആളാണ്. വകാന റസൂലൻ നബിയ്യാ. അല്ലാഹുവിന്റെ നബിയാണ്, റസൂലാണ് ഇസ്മാഈൽ അലൈഹിസ്സലാം. എന്നിട്ട് എന്ത് ചെയ്തു? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. വീട്ടുകാരോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയുമായിരുന്നു ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി വീട്ടുകാരോട് നിസ്കരിക്കാൻ പറഞ്ഞ നബിയാണ്. ഇസ്മായിൽ നബിനെ അർക്കം കൊണ്ടുപോയ കഥ നമുക്കൊക്കെ അറിയാം. ഇസ്മായിൽ നബി വീട്ടുകാരോടൊക്കെ രാത്രിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണേ എന്ന് പറഞ്ഞിരുന്ന നബിയാണ്. അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമായ നബിയാണ് ഇസ്മായിൽ നബി. അതുകൊണ്ട് നബിയെ, മുഹമ്മദ് നബിയെ, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. ഇസ്മായിൽ നബിയെ പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ. വീട്ടുകാരോട് വാപ്പ നല്ല ആളാ, പക്ഷെ മക്കളൊക്കെ മഹാമോശം, അങ്ങനെ ആവരുത് എന്നർത്ഥം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. റയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടക്കുന്ന വീട്, വിവാഹം നടക്കുകയാണ് റയാഹുൽ ഖൈസിയുടെ. മഹാനായ റയാഹുൽ ഖൈസി റഹ്മത്തുള്ളാഹി അലൈഹി. ബുദ്ധിമുട്ടുണ്ടോ? മഴ കൊണ്ട് നല്ല കൂളിംഗ് അല്ലേ ഉള്ളൂ. ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഹറമിൽ നിൽക്കുമ്പോൾ ഏതോ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ജുമുഅ നടക്കാൻ പോവാണ് മക്കത്തെ ഹറമിൽ. ആളുകൾ അങ്ങോട്ട് തള്ളി, എന്തോ ഒരു ബഹളം, എന്തോ ഒരു ബോംബ് പൊട്ടിയ പോലെയൊക്കെ തോന്നി. അവിടെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി. അപ്പോഴൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട്, പ്രായമുള്ള മനുഷ്യൻ അറബിയിൽ, മനുഷ്യന്മാരെ, നിങ്ങൾ ഏത് നാട്ടിലേക്ക് അള്ളാന്റെ ഹറമെന്ന് ഓടണത്? ഇവിടെ മരിക്കണേ കിടന്ന് മരിച്ചാൽ പോരെ, ഇവിടെ നിങ്ങൾ എങ്ങോട്ടായി ഇറങ്ങി ഓടണത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരോടും ഇരുന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. ഏതോ ഒരാൾ വന്നപ്പോൾ ഒരല്പം തിരക്കായതാണ് എന്ന് പറഞ്ഞ പോലെ ഈ പറമ്പെന്ന് ഒടുക്ക് ഓടി രക്ഷപ്പെടാനാ? മഴ കൊള്ളുന്നല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എന്തേ മഴ തന്നെ വേദം പറയാം. നിങ്ങൾ മൂലയിൽ മഴയുള്ളത് എങ്ങനെ? മൂലോട് അതല്ല, നിങ്ങളിപ്പോൾ ഞാനുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പ്രയാസമാകുമ്പോൾ നമുക്ക് ദുആ ഒന്നുകൂടെ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ സംഘാടകർ, പ്രവർത്തകന്മാർ, ഓൽക്കിൻ്റെ ടെൻഷൻ അറിയുള്ളൂ. ഇതൊക്കെ ഇവിടെ വിരിച്ചുണ്ടാക്കണമെങ്കിൽ, ഈ കസേര വിരിക്കണമെങ്കിൽ എത്ര പണിയെടുത്തിട്ടുണ്ടോ, എത്ര മണിക്കൂർ. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് ഇട്ട് നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ തേങ്ങുപ്പി വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങണില്ലേ? അല്ല, ബസ്സിൻ്റെ ടിക്കറ്റ് വേക്കലാന്ന് പറഞ്ഞമാർ വിടുന്നുണ്ടാ? അൽഹംദുലില്ലാ. അപ്പോൾ എന്ത് ചെയ്യുക, ബക്കറ്റൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിയുന്ന സ്വതക്കൊക്കെ ചെയ്യുക. അല്ലാഹു എല്ലാ മുസീബത്തും തട്ടി ദൂരത്താക്കി തരട്ടെ.
اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهم على الآكام والجبال ومنابت الشجر اللهم على الآكام والجبال ومنابت الشجر نقول اللهم حوالينا ولا علينا اللهم على الآكام والجبال ومنابت الشجر رحماك يا رب رحماك يا رب رحماك يا رب മഹാനായ റയാഹുൽ ഖൈസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം അവരുടെ വിവാഹം നടക്കുന്ന കല്യാണം നടക്കുന്ന ദിവസം വിവാഹത്തിന്റെ നാളിൽ തന്റെ പുതുനാരി പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം പുതിയ പെണ്ണ് കടന്നു വരികയാണ്. നമ്മൾ JCB കൊണ്ടുപോകുന്ന ഏർപ്പാട് ഇവിടെ ഉണ്ടാ പുതിയ പള്ളിയും പുതുണ്ണിനൊക്കെ ഇല്ലല്ലോ ഉണ്ടോ? അങ്ങനെ ആരും JCB വാടക കൊടുക്കണ്ട കല്യാണത്തിന്റെ അന്നൊന്ന് പുതിയ പള്ളി കൊണ്ടുപോകാനേ JCBന്റെ മാലിമാരുണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന് പറയാം. ഒരു തരം ആഭാസം ചെയ്യുമ്പോഴേ റയാഹുൽ ഖൈസി റഹ്മത്തുള്ളാഹി അലൈഹി വിവാഹം കഴിഞ്ഞ അന്ന് പരിശുദ്ധമായ ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിൽ മഹാനവറുകൾ സ്വന്തം ഭാര്യയെ ഒന്ന് പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കുന്ന മറ്റൊന്നുമല്ല, വിവാഹത്തിന്റെ അന്ന് സ്വന്തം ഭർത്താവ് കടന്നുറങ്ങുമ്പോ അവളൊന്ന് എഴുന്നേറ്റു, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റത് അറിഞ്ഞു റയാഹുൽ ഖൈസി എന്ന ലോക പ്രശസ്തനായ ആലിമും അല്ലാഹുവിന്റെ വലിയുമായ മഹാൻ അവളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. രാത്രിയുടെ 4/1 അവൾ നിസ്കരിച്ചു. 4/1 കഴിഞ്ഞപ്പോ അവൾ വിളിച്ചു, യാ റയാഹ് റയാഹേ ഖും ഫസല്ലി, എഴുന്നേറ്റ് നിസ്കരിക്കിൻ, തഹജ്ജുദ് നിസ്കരിക്കിൻ. പുതിയ എണ്ണ പറയാണ് റഹ്മാനായ റബ്ബേ. ഹൈദറുസ് മുസ്ലിയാർ പറയാറുണ്ടായിരുന്നു, CH ഹൈദറുസ് മുസ്ലിയാർ അല്ലാഹുവിന്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ പുതുപ്പറമ്പിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന അൽഹുദയുടെ പ്രസിഡന്റും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിനും സമസ്തക്കൊക്കെ ഒരുപാട് സേവനം ചെയ്ത മഹാൻ. സ്വന്തം മോളെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് മോളെ കാണാൻ വേണ്ടി ചെന്നു. ഭാര്യ പറഞ്ഞു, കല്യാണത്തിന് പിറ്റേന്ന് പറഞ്ഞേക്കൂലേ പാപ്പ ഞങ്ങൾ പോയി നോക്കി മോളെ വിവരം എന്തൊക്കെയാണ്. പോയി നോക്കി മോളെ വീടൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ഭാര്യ ചോദിച്ചത്രേ, എന്താ അവളെ വർത്താനം? ഞാനൊന്നും ചോദിച്ചിട്ടില്ല. എന്തേ ചോദിച്ചു? ഞാൻ അവളോട് ചോദിച്ചു, ഇന്നലെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയെന്നോന്ന് ചോദിച്ചു. ഇത് കല്യാണത്തിന്റെ രാത്രി. അവള് പറഞ്ഞു ചൊല്ലിയിട്ടില്ല. പിന്നെ ഞാൻ അവളെ വർത്താനൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ കല്യാണത്തിന് ളുഹ്ർ നിസ്കരിച്ചിക്കണോ ചോദിക്കാറുണ്ടോ? വീടിനോട് പുതിയാപ്പിളിനോടൊക്കെ അസർ കിട്ടിക്കണോന്നോ ചോദിക്കാറുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചിക്കണോ? ഇശാ നിസ്കരിച്ചിക്കണോ? അന്ന് സുബ്ഹി ഉണ്ടോ? ഇത് ചോദിക്കാറുണ്ടോ നമ്മള്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ, സജ്ജനങ്ങളായ ആളുകൾക്ക് സജ്ജനങ്ങളെ ഇണകളായി കൊടുക്കുന്ന പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് നീ നൽകാൻ പോകുന്ന ഇണകളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി കൊടുക്കണേ തമ്പുരാനെ. റയാഹുൽ ഖൈസി തങ്ങളുടെ ഭാര്യ അന്ന് രാത്രിയുടെ 4/1 നിസ്കരിച്ചപ്പോൾ പറഞ്ഞു, റയാഹേ എഴുന്നേറ്റ് നിസ്കരിക്കിൻ, ഖും ഫസല്ലി. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കാം. അങ്ങനെ രാത്രിയുടെ 2ാമത്തെ 4/1 അവൾ നിസ്കരിച്ചു. 2ാമത്തെ 4/1 നിസ്കരിച്ചു. അങ്ങനെ അവൾ എന്നെ വിളിച്ചു, യാ റയാഹ് ഖും ഫസല്ലി, റയാഹേ റയാഹേ എഴുന്നേറ്റ് നിസ്കരിക്കിനെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം. അഭിനയിച്ചതാട്ടോ, അന്ന് അഭിനയിക്കായിരുന്നു. അഭിനയിച്ചു. വീണ്ടും വിളിച്ചു എന്നെ. രാത്രിയുടെ 3 ഭാഗം കഴിയാൻ പോകുന്നു. 4/3 ഭാഗം എന്നോട് പറഞ്ഞു റയാഹേ നിസ്കരിക്കിൻ ഖും ഫസല്ലി. അപ്പൊ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ നിസ്കരിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും പോയി കടന്നുറങ്ങി. അപ്പോഴാണ് എന്റെ ഭാര്യ എന്നോട്, അപ്പൊ രാത്രിയുടെ 4/3 ഭാഗം കഴിഞ്ഞു. സുബഹിക്ക് വാങ്ങി കൊടുക്കാനായി എന്നർത്ഥം. ഇതിലൊക്കെ അത്ഭുതം എന്ന് പറയും മുഅ്മിനീങ്ങളെ, അന്ന് അലാറില്ല. നമ്മൾ മൊബൈലിൽ അലാറം വെക്കില്ലേ? അതൊന്നും ഇല്ലല്ലോ. ഒന്ന് ക്ലോക്ക് ഇല്ല, അലാറില്ല. നമ്മളൊക്കെ അലാറം കൊണ്ട് നാട്ടുകാരും അയലോക്കാരും മുഴുവൻ എണീറ്റിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലേ? രാത്രി കഴിഞ്ഞില്ലേ? ഒരു രാവ് കഴിഞ്ഞു കടന്നു. ഈ രാത്രിയിൽ എത്ര മഹത്തുക്കളാണ് നന്മ വിരിച്ചെടുത്തത്. ഈ രാവിൽ എത്ര വീടുകളിലാണ് ഇബാദത്ത് വിളഞ്ഞത്. റയാഹേ നിങ്ങളെ ഞാൻ വിളിച്ചുവല്ലോ.
ഇതെന്നാന്നറിയോ? വിവാഹത്തിന്റെ അന്ന് രാത്രിയാണ്. ഇത് മനസ്സിലാക്കണം. വിവാഹം നടന്ന അന്ന് രാത്രി റയാഹേ, നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. യാ ലൈത ശൈരി, പുതിയ പറയണ വാക്കിന് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ എന്റെ പെണ്ണുങ്ങളെ. അവിടെ പറയാൻ യാ ലൈത ശൈരി മൻ ഗറനി ബിക യാ റയാഹേ, ഞാൻ ഓർക്കുകയാണ് നിങ്ങളെ പുതയാപ്പിളയായി എനിക്ക് ഏൽപ്പിച്ചു തന്ന ആളെ എന്തിനാ എന്നെ നിങ്ങളെ വെച്ച് വഞ്ചിച്ചത്? രാത്രി നിസ്കരിക്കാത്ത പുതയാപ്പിളയെ എന്തിനാണ് എനിക്ക് തന്നത്? ആരാണ് എന്നെ നിങ്ങളെ വെച്ച് വഞ്ചിച്ചത് എന്ന് ഞാനൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ. മഹാനായ റയാഹുൽ ഖൈസിയുടെ പെണ്ണ്. ഇങ്ങനെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? ഇത് പെണ്ണിനെ പരീക്ഷിക്കായിരുന്നു. നമ്മൾ എന്നും പരീക്ഷിക്കുകയാണ് അല്ലേ? അതല്ല കുഴപ്പം. ഡെയിലി പരീക്ഷിക്കുക നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. കുറച്ച് മാറ്റം വരണം. 5 വക്ത് ഫർള് നിസ്കരിക്കണ്ടല്ലോ, അതന്നെ ധാരാളല്ലേ എന്ന് വിചാരിക്കണമല്ലേ നമ്മൾ. അതല്ല, അതിപ്പോൾ എല്ലാ മുസ്ലിമും ചെയ്യണ പണിയല്ലേ. നമ്മൾ ഇൽമ് കേട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആലിമീങ്ങൾ നമ്മുടെ കൂടെ ജീവിച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു പള്ളി ദർസ് ഉണ്ടായിട്ട് ഇനി ഇവിടുത്തെ പഴമള്ളൂർ SKSFന്റെ കീഴിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജൊക്കെ തുടങ്ങാൻ പോയി. എന്തെങ്കിലും നിങ്ങളുടെ ഈ സ്വതക്കണ്ടല്ലോ ബക്കറ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഹിഫ്ദ് പഠിക്കാനുള്ള സൗകര്യം ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ 6666 അവരുടെ ഭാര്യ ഒരു വളയും മകൾ ഒരു മോതിരവും. മാഷാ അല്ലാഹ്, ഒരേ കുടുംബത്തിൽ നിന്ന് ഒരു ഭർത്താവ്. അപ്പൊ ഇനിയിപ്പോ ഈ വേല നമുക്ക് ഇവിടെ നിർത്തിയേക്കാന്നാ തോന്നുന്നത്. ഇങ്ങനത്തെ നല്ല കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ. ഭർത്താവ് 6666 റുപ്യ തന്നു, ഭാര്യ ഒരു വള കൊടുത്തു, ഓലെ മകൾ ഒരു മോതിരവും. അൽഹംദുലില്ലാഹ്, ആരും ചോദിക്കാതെ കൊടുത്തയച്ചതാണ്. അള്ളാഹുവേ, ആ കുടുംബത്തിന് നീ സർവ്വ നന്മയും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ചോദിക്കാതെ നിന്റെ വജ്ഹിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാണല്ലോ ഇവര്, ഞാനതിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അള്ളാഹുവേ, എല്ലാ നന്മകളുടെയും പുണ്യം അവർക്കും അവരുടെ കുടുംബത്തിനും നാളെ ഖബറിലും നാളെ മഹ്ശറയിലും സിറാത്തിലും കിതാബിന്റെ അരികത്തും മീസാനിന്റെ അരികത്തും നീ കൊടുക്കണേ തമ്പുരാനെ. സ്വർഗം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ. യാ റബ്ബ് യാ റബ്ബ് യാ അല്ലാഹ്. യാ ലൈത ശൈരി മൻ ഗറനി ബിക യാ റയാഹ്. റയാഹേ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാത്ത നിങ്ങളെയൊക്കെ എനിക്ക് പുതയാപ്പിളയായി തന്ന് എന്നെ വഞ്ചിച്ചത് ആരോ എന്ന് ഞാനൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ. സുബഹിയായപ്പം പറയാണ് ഈ രാത്രി നിസ്കരിക്കാത്ത നമ്മൾ പറയാൻ എന്താ 5 വക്ത് നിസ്കരിക്കുന്ന പുതയാപ്പിള കിട്ടിയാൽ മതി. ചിലരും അതുമല്ല, കള്ളുടി പിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കിട്ടൂല. ഈ അരിജാലിലും ഈ റോഡിലും വീണടക്കാത്ത പുതയാപ്പിള കിട്ടിയാൽ മതി. ഇപ്പം അങ്ങനെയൊക്കെയാ പറയല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, പഠിച്ചോനെ ഈ ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബേ, നന്നാക്കണേ തമ്പുരാനെ, നന്നാക്കണേ റബ്ബേ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങൾക്കും അല്ലാഹുവിന്റെ ശറഇന്റെ ഇൽമിനെ സംബന്ധിച്ച് ബോധം വേണം, നല്ല ബോധം വേണം. മുത്തായ നബി തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, സലാസത്തുൻ ലഹും അജ്റാൻ, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു 2 വീതം കൂലി കൊടുക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം ആളുകൾക്ക് 2 വീതം കൂലിയുണ്ട്. 2 വീതം കൂലിയുണ്ട്. ആ 3-ൽ ഒരാൾ വറജുലുൻ കാനത് ഇൻദഹു അമഹ്, ഒരാളുടെ അടുത്ത് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. നോക്കണം, ഭാര്യയല്ല, ഉമ്മയല്ല, തന്റെ പെൺമക്കളല്ല, ഒരു അടിമ സ്ത്രീ. അടിമ സ്ത്രീക്കൊന്നും വല്ല വില കൊടുക്കൂല എന്നാ. അടിമകളെ കാളകളെ ചന്തയിൽ നിന്ന് വാങ്ങുന്ന പോലെ വാങ്ങപ്പെടുന്ന വിൽക്കപ്പെടുന്ന കാലമാണ്. ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു, അടിമ സ്ത്രീ. നബി തങ്ങൾ പറയാണ്, ഉള്ള ഒരാൾ അടിമ സ്ത്രീ. ആ തന്റെ വേലക്കാരിക്ക് അടിമ പെണ്ണിന് അദബ് പഠിപ്പിച്ചു കൊടുക്കുകയും അച്ചടക്കം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അവളെ പഠിപ്പിച്ചു, അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവൾ മെഡിസിൻ പഠിച്ചിട്ടുണ്ട്, അവൾ BBA-ക്കും MBA-ക്കും പഠിച്ചിട്ടുണ്ട്, അവൾ MCA-ക്ക് പഠിച്ചിട്ടുണ്ട്, അവള് B.Pharm-ന് പഠിച്ചിട്ടുണ്ട്, D.Pharm-ന് പഠിച്ചിട്ടുണ്ട്, മൈക്രോബയോളജി പഠിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ, ആ പെണ്ണിനെ എന്നിട്ട് ഇത്ഖ് ചൊല്ലുകയും മോചനം ചെയ്യുകയും എന്നിട്ട് അവളെ വിവാഹം ചെയ്യുകയും ചെയ്താൽ ഫലഹു അജ്റാൻ, അയാൾക്ക് 2 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ പെണ്ണിന് അദബ് പഠിപ്പിച്ചാൽ,
ഒരടിമ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്താൽ ഇതാണ് കൂലിയെങ്കിൽ, സ്വന്തം ഭാര്യയ്ക്ക്, സ്വന്തം മക്കൾക്ക്, സ്വന്തം ഉമ്മാക്ക്, സ്വന്തം പെങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുകയും അദബ് പഠിക്കുകയും ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാണ്? അങ്ങനെയാണ് ഉലമാ ഈ ഹദീസിനെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. അടിമപ്പെണ്ണിന് പഠിപ്പിച്ചാൽ ഇത്ര കൂലിയോ? സ്വന്തം മോളെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൂലി? നമ്മൾ പറയും നിങ്ങളുടെ മോൾക്ക് ഇന്നാലിന്ന ആളുമായൊരു അഫയർ ഉണ്ട് കേട്ടോ, അവന്റെ മൊബൈലിൽ അവളുടെ കോണ്ടാക്ട് കാണുന്നുണ്ട്, അവനയക്കുന്ന മെസ്സേജ് കാണുന്നുണ്ട്, വാട്സപ്പിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്താ നമ്മൾ പറയല്? എന്റെ മോളതൊന്നും ചെയ്യൂല, എന്റെ മോളെ പറ്റി അഭിമാനിയാണ് ഞാൻ, എന്റെ മോളെ അപമാനിക്കാൻ തുനിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇതാണോ ഒരു വാപ്പ പറയേണ്ടത്? ഇതാണ് ഒരു പെങ്ങള് പറയേണ്ടത്? പെങ്ങളെ പറ്റിയൊരു വിഷയം കേൾക്കുമ്പോ ഇങ്ങനെയാ പറയേണ്ടത്? പിശാച്ച് സ്മാർട്ട് അല്ലേ? പിശാച്ച് നമ്മളെ സ്മാർട്ട് ഫോണാ ഉപയോഗിക്കണത്. എന്നാണ് സ്മാർട്ടായ പിശാച്ചായിരിക്കും കയ്യിലിരിക്കാന്ന് മനസ്സിലാക്കണം. സ്മാർട്ട് ഫോണാകുമ്പോൾ നല്ല സ്മാർട്ട് പിശാച്ച്. അതിലെ കോണ്ടാക്റ്റുകൾ, അതിൽ മനുഷ്യന്മാർ ചെയ്യുന്ന വിക്രിയകൾ, അതിൽ ചെയ്യുന്ന ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ പല ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നത്, ചില ആളുകളുടെ നമ്പറുകൾ ഹൈജാക്ക് ചെയ്തിട്ട് മറ്റൊരാളിന്റെ നമ്പറിന് വിളിക്കുന്ന പോലെ, ഞാനല്ലല്ലോ. ഇങ്ങനെയൊക്കെ എല്ലാവിധ തിന്മകളും നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുമ്പോഴാണ് സ്വന്തം മോൾക്ക് അദബ് പഠിപ്പിക്കാൻ വാപ്പയെ കൊണ്ടാവുന്നുണ്ടോ? നമ്മൾ ഇഷ്ടം പോലെ ഫീസ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല ഫീസുള്ള സ്കൂൾ ഏതാണ്? അങ്ങനെ നമ്മൾ നോക്കുന്നത്. വിദ്യാഭ്യാസം ഉണ്ട് അവിടെ എന്നല്ല, നല്ല ഫീസ് എവിടെയാ? എന്റെ മോൾ ഏത് സ്കൂളിലാ? എന്റെ മോൾ ഇന്ന സ്കൂളിലാണ്. അവിടെ എത്ര ഫീസ് എന്നാ മറ്റവൻ ചോദിക്കുക. ഞാൻ കൊടുക്കണക്കാണോ, കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് പിന്നെ മേന്മ പറയണേ. എന്റെ കുട്ടി പഠിക്കുന്നുണ്ടോ, അവളുടെ ഇൽമ് എന്താണ്, ഇതല്ല നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇമ്മത്തിന് ബോധം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വരുന്നു. മുത്തുനബിയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ നബിയേ, ഗലബനാ അലൈക്കർ റിജാൽ, നബിയേ ഞങ്ങളെ മറികടന്നുവല്ലോ ആണുങ്ങൾ. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂലി ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ നബിയേ. അതാണ് വിഷയം. നമ്മൾ പറയണ്ട എന്തിനാ ആണു പെണ്ണൂര്, നമ്മൾക്ക് ഒരുമിച്ച് നമ്മളൊക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് പറയും. അനന്തരാവകാശം, വാപ്പിയമ്മ മരിച്ചുപോയി, ഒരാൾ മയ്യത്തായി കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ ശരീഅത്ത് വിധിച്ച പോലെയാണ് അവിടെ വിധിക്കേണ്ടത്, അല്ലേ? വസിയത്തൊക്കെ കഴിച്ച് മാറ്റിവെച്ചാൽ പിന്നെ മീറാത്ത് അള്ളാഹ് വിധിച്ച പോലെ വെക്കണം. അപ്പൊ പറയും നമ്മളൊക്കെ ഒന്ന് തന്നെയല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിൽ മാത്രമാണ്. പെണ്ണെ മനസ്സിലാക്കണം, ആണോരി പെണ്ണോരി, ആണോഹരി എന്നാണ് പറയണത്, അല്ലേ? പെണ്ണോഹരി എന്ന് പറയുന്നത് മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, രണ്ട് പെണ്ണിന്റെ അത്ര ഒരു പുരുഷൻ അവകാശമുണ്ട് എന്ന് ശരീഅത്ത് പറയുമ്പോൾ മാത്രം നമ്മളങ്ങോട്ട് ഒബ്ജക്ഷൻ സമ്മതിക്കൂല. അത് മനസ്സിലാക്കിയാൽ മതി. എന്തെന്നറിയോ? വാപ്പാന്റെ ഓഹരിയിൽ നിന്ന് നിനക്ക് 10,000 കിട്ടുകയാണെങ്കിൽ നിന്റെ ആങ്ങൾക്ക് 20,000 കൊടുക്കണം എന്നാണ് ശറഇന്റെ നിയമം. ഉദാഹരണം പറയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ 10,000 നീ വാങ്ങിക്കുന്നത് നിന്റെ പൈസയാണ്, ആർക്കും കൊടുക്കണ്ട, നിന്നോടാരും ചോദിക്കൂല. നിന്റെ അനിയനോ ജ്യേഷ്ഠനോ വാങ്ങുന്ന 20,000, ആ പൈസയിൽ നിന്നെ സംരക്ഷിക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ പൈസയിൽ നിന്റെ വാപ്പയെ, നിന്റെ ഉമ്മയെ പരിചരിക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000-ൽ സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000-ൽ സ്വന്തം കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് അടക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000-ൽ അവന് വീട് വെക്കാൻ ബാധ്യതയുണ്ട്. അതവൻ ചെലവഴിക്കേണ്ടവനാണ്. നിന്റേത് നീ സൂക്ഷിച്ചു വെച്ചോ, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ചെലവഴിക്കും. അള്ളാന്റെ നീതിയാണത്. നിനക്ക് 10,000 തന്നു, അവൻ അള്ളാഹ് 10,000 കൊടുത്തു, അവൻ്റേത് ചെലവഴിച്ചു തീർന്നു, അവൻ എന്ത് മിച്ചമുണ്ട്? അള്ളാഹുവിന്റെ ഹിക്മത്താണത്. അതുകൊണ്ട് നിന്റെ ഓഹരിയേക്കാൾ ഇരട്ടി അള്ളാഹു നിന്റെ ആങ്ങൾക്ക് കൊടുക്കുന്നു. അതിൽ ഒബ്ജക്ഷൻ പറയല്ലേ, അള്ളാഹിന്റെ ശരീഅത്താണത്. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളത് അവർക്കുള്ളതാ, ആണുങ്ങളത് ചെലവഴിക്കാനുള്ളതാ. മുത്തുനബിയോട് വന്ന് പറയുന്നു, ഗലബനാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ഞങ്ങളെ മറികടന്നുവല്ലോ. ഗലബനാ അലൈക്കർ റിജാൽ, പുരുഷന്മാരല്ലോ നബിയെ കൂലി മുഴുവനും കൊണ്ടുപോകുന്നത്. അവരല്ലയോ അങ്ങയിൽ നിന്ന് കേട്ടു പഠിക്കുന്നത്. അങ്ങയുടെ ഒരു ദർസ്, അങ്ങയുടെ ഒരു വഅദ്,
അങ്ങയുടെ ഒരു സാരോപദേശം, ഒരു ഖുർആൻ ക്ലാസ്, ഒരു ഹദീസിന്റെ ക്ലാസ്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു മൗഇദത്ത്, ഒരു നസീഹത്ത് ഞങ്ങൾക്ക് കേൾക്കാൻ അവസരമില്ലല്ലോ നബിയേ. ഫജ്അൽ ലനാ യൗമാ, ഞങ്ങൾക്കൊരു ദിവസം അങ്ങ് മാറ്റിവെക്കണം നബിയേ. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തരണം നബിയേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു വഅദ് വേണം. ആര് പറയാ? സ്വഹാബിയാത്ത് മുത്ത് നബിയോട് വന്ന് ചോദിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ്? തുഅല്ലിമുനാ, ഞങ്ങളെ പഠിപ്പിക്കാൻ, തുഹദ്ദിസുനാ, ഞങ്ങൾക്ക് അങ്ങ് ഹദീസ് പറഞ്ഞു തരണം, വതുഫഖിഹുനാ ഫീ ഉമൂരി ദീനിനാ, ഞങ്ങളുടെ ദീന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബിയേ ഞങ്ങൾക്കും അവസരം വേണം, ഞങ്ങൾക്കും അവസരം വേണം എന്ന് മുത്തുനബിയോട് വന്ന് ഒരു കൂട്ടം പെണ്ണുങ്ങൾ ചെയ്ത അപേക്ഷ. മുത്തുനബി എന്തു പറഞ്ഞു? മൗഇദുകുന്ന ബൈതു ഫുലാന, ഇന്നാലിന്നവളുടെ വീട്ടിലാണ് നിങ്ങളുടെ സ്ഥലം, ഇതാ ഞാൻ വരാം, നിങ്ങൾക്ക് ഞാൻ വഅദ് പറഞ്ഞു തരാം, ഇന്നാലിന്ന വീട്ടുകാരുടെ വീട്ടിലേക്ക് ഞാൻ വരാം, അവിടെ ഇച്ചിരി സൗകര്യമുണ്ടല്ലോ. അങ്ങനെ നബി തങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി വഅദ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഫകുന്ന യജ്തമിഅന, ആ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ വരുമായിരുന്നു. വയതി അലൈഹി സ്വലാത്തു വസ്സലാം വയുദർരിസുഹുന്ന, നബി തങ്ങൾ അങ്ങോട്ട് വരികയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹ് 5000 10,000 സ്ക്വയർ ഫീറ്റ് നിങ്ങളുടെ വീടുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, വീടുകളിൽ അയൽപ്പക്കത്തെ പെണ്ണുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബക്കാർക്കോ വന്നിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ റൂമുകൾ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, ഏതെങ്കിലും ഒരു വഅദ്, ഏതെങ്കിലും ഒരു മസ്അല പഠിക്കാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒരു മുഅല്ലിമത്ത്, ഒരു മുദർരിസത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മഹ്റമിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആലിമിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം, ഇൽമിന്റെ ഒരു മജ്ലിസ് നിങ്ങളുടെ വീടുകളിൽ, ഏതെങ്കിലും ഒരു വീടുകളിൽ നിങ്ങൾക്ക് മറ്റെവിടെയും സൗകര്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇൽമിന്റെ മജ്ലിസുകൾ എപ്പോഴെങ്കിലും നടത്തണം എന്ന് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ വീടുകളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ? വലിയ വലിയ റൂമുകളും ഹാളുകളൊക്കെ അല്ലേ? എന്നാൽ അയൽപക്കത്തെ പെണ്ണുങ്ങളൊക്കെ കൂടിയിരുന്ന് നിങ്ങളുടെ ഉമ്മ റിയാദുസ് സ്വാലിഹീൻ എടുത്ത് വെച്ച് അവർക്ക് അവർക്ക് ഹദീസ് ഓതി കൊടുക്കാം. ഉദാഹരണം പറയാം, ഫത്ഹുർ റഹ്മാൻ തഫ്സീറുണ്ട്, മഹാനായ കെ.ബി. ഉസ്താദിന്റെ തഫ്സീർ, വളരെ സരളമായ വാക്കുകൾ, മഹാനായ ബഹാഉദ്ദീൻ ഉസ്താദ് അവറുകൾ വ്യാഖ്യാനം കൊടുത്ത വളരെ സരളമായ ഫത്ഹുർ റഹ്മാൻ, നല്ല മലയാളം സരളമായ തഫ്സീർ. അത് നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് ഓതി, ഒരാൾ അവർക്ക് ഓതി വായിച്ചു കൊടുക്കുന്നു, കേൾക്കുന്നു. നമുക്ക് ചെയ്തുകൂടെ അതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ വേറെ പാർട്ടിക്കാരാവെന്ന് പറയാം. നമുക്ക് ഇസ്ലാമികമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് നമുക്കും ചെയ്തുകൂടെ? ചെയ്യാലോ. നന്മകൾ ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പെണ്ണുങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞവിടെ വീടുകളിൽ, സൗകര്യമുള്ള വീടുകളിൽ, മൗഇദുകുന്ന ബൈതു ഫുലാന, ഇന്നാലിന്നവളുടെ വീട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, മുർസലാണ്. നബി തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ബാപ്പയെ പോലെ അല്ലെങ്കിൽ അതിനപ്പുറത്താണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീബായ നബി തങ്ങൾ പോയി ഇൽമു പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മുടെ വീടുകളിൽ, സൗകര്യമുള്ള വീടുകൾ, മുതലാളിമാർ വലിയ വലിയ വീടുകളൊക്കെ വെക്കുമ്പോ ഇൽമിന്റെയോ ദിക്റിന്റെയോ സ്വലാത്തിന്റെയോ മജ്ലിസുകൾ വീട്ടുകാർക്ക് വേണ്ടി ഇവിടെ വെച്ചു കൊടുത്തുകൂടെ? ചില ചിന്തകൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. അല്ലാഹു ഇതൊക്കെ നടപ്പിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിക്കും. ഇന്ന് ഇപ്പോഴേ മനസ്സിൽ തീരുമാനിക്കുക. വരുന്നവർ വന്നോട്ടെ, ചിലർ വന്നില്ലാന്ന് വരും, നമുക്ക് ക്ഷണിക്കാൻ അല്ലാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. ഇതിലൊരു നല്ല രസമുള്ളൊരു ആശയമുണ്ട് ഇതിന്റെ ഉള്ളില്. പഴമള്ളൂർക്ക് എന്നെ വിളിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ സുഹൃത്ത് റഹ്മാൻ ഉസ്താദ് പറഞ്ഞു, എന്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അയ്യോട്ടെ, റഹ്മാൻ ഉസ്താദ് എന്നെ ക്ഷണിച്ചു, ദഅവത്ത് ചെയ്തു, ഞാൻ അതിന് ഇജാബത്ത് ചെയ്യണം, മറുപടി കൊടുക്കും. ഞാൻ വന്നു പോയിട്ടോ, നല്ല ഭക്ഷണം കഴിച്ചു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ എന്നെ ക്ഷണിച്ചത് എവിടേക്കാണ് ഇവർ വിളിച്ചത്? വീട്ടിലേക്കോ റോട്ടിലേക്കോ? വീട്ടിലേക്ക്. നമ്മൾ വിളിക്കൽ അങ്ങനെയല്ലേ? അല്ലാഹ് വിളിച്ചത് റോട്ടിലേക്കാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാന്റെ വഴിയിലേക്ക് വരും. അള്ളാഹ് വിളിക്കുന്നത് സ്വർഗത്തിലേക്കാ, പക്ഷെ അള്ളാന്റെ ദഅവത്ത് ചെന്നത് എങ്ങണ്ടാ? അള്ളാഹുവിന്റെ വഴിയിലേക്ക് വിളിച്ചു. റോട്ടുകാർക്കെങ്കിലും നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുമോ? കല്യാണത്തിന് വരണട്ടോ, നമ്മളെ മറ്റേ പാലക്കാട് കോഴിക്കോട് റോട്ടിലേക്ക് അങ്ങനെ ഉണ്ടോ? ആ റോട്ടിൽ നിന്ന് തിരിഞ്ഞു വന്ന് എൻ്റെ വഴിക്കുള്ള വഴി അങ്ങനെയല്ലേ പറയാ? അള്ളാഹ് വിളിച്ചത് വഴിയിലേക്കാണ്, നമ്മൾ വിളിക്കുന്നത് ഡെസ്റ്റിനേഷനിലേക്കാണ്.
എന്തേ കാരണം എന്നറിയോ? നമ്മളൊക്കെ ഒരു വഴിയിലാണ്, എല്ലാവരും ഒരു സെബീലിലാണ്, സ്വർഗത്തിന്റെ സെബീലിലേക്കാണ്. ചില ആളുകൾ അവിടെ എത്തും, ചില ആളുകളുടെ ടയർ പഞ്ചറാവും, ചിലത് വയ്ക്കുന്ന പെട്രോൾ തീരും, ചിലത് വണ്ടി തന്നെ കേടന്നിട്ട് കുടുങ്ങിപ്പോവും, ചിലതവിടെ മലക്കം മറിഞ്ഞിട്ട് താഴേക്ക് വീണു പോകും. പക്ഷെ ഓടുന്ന ഓട്ടം സെബീലിലേക്കാണ്, സെബീലിലൂടെ ഓടുകയാണ് സ്വർഗത്തിലേക്ക്. വിളിക്കാൻ പറഞ്ഞത് അങ്ങനെയാ, സ്വർഗത്തേക്ക് പിടിച്ചു വെച്ച് കൊണ്ടുവരാനൊന്നും കഴിയില്ല. വിളിച്ചു നോക്കി ചിലവർ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കുറേ നേരം വരും, മരിക്കോളം വസ്വാസാക്കാറ് ഇതിലിപ്പോൾ ഏതാ ശരി എന്നും പറഞ്ഞിട്ട് മരിക്കണ തലേന്ന് വരെ ഇത് തീരുമാനമാവില്ല. അങ്ങനെ മരിച്ചു, ഇതിലിപ്പോൾ ഏതായിരുന്നു ശരി പടച്ചോനെ, അവരാണോ ഇവരാണോ എന്ന് പറഞ്ഞു. അതൊക്കെ നേരത്തെ തീരുമാനിച്ചൊന്ന് ഉറപ്പിച്ചേക്ക്. അള്ളാഹു നമ്മെ ഇസ്തിഖാമത്തിലാക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വിളിച്ചു നോക്കുക, നിങ്ങളുടെ വീടുകളിൽ നന്മ വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകളിൽ ഇൽമിന്റെ അഹ്ലുകാര് വേണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വുളു എടുക്കാൻ വേണ്ടി നിന്നു. ഭാര്യയോട് പറഞ്ഞു, കുറച്ച് വുളുവിന് വെള്ളം എടുത്തു തരണം. വെള്ളെടുത്ത് വെച്ചു. ഖതാദ റളിയല്ലാഹു അൻഹു മറ്റെവിടേക്കോ നീങ്ങിപ്പോയപ്പോഴേക്കും ഒരു പൂച്ച വന്ന് ആ വെള്ളത്തിൽ തലയിട്ടു. അപ്പോ മഹാനവർ ഇത് കണ്ടിട്ടില്ല. ഖതാദ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വുളു ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മു ഖതാദ സ്വന്തം ഭാര്യ പറഞ്ഞു ഖതാദ തങ്ങളോട്, തതവല്ലഉ വഖദ് വലഗത് ഫീഹിൽ ഹിറ, ഒരു പൂച്ച തലയിട്ട വെള്ളത്തിൽ നിന്ന് നിങ്ങൾ വുളു എടുക്കുകയാണോ എന്ന് ഭാര്യ ചോദിച്ചു. ഇവിടെ എന്താ വിഷയം എന്നറിയോ? ഭാര്യ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം നിരീക്ഷിച്ചു പഠിക്കുന്നവളാണ്. കാരണം ഒരു പൂച്ച തലയിട്ട വെള്ളം ത്വാഹിറാണോ അല്ലയോ എന്ന് ഇവർ പഠിച്ചിട്ടില്ല, പക്ഷെ അത് നിരീക്ഷിച്ചു. ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു പൂച്ച തലയിട്ട വെള്ളം നിങ്ങൾ അതുകൊണ്ട് വുളു ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോ ഖതാദ റളിയല്ലാഹു അൻഹു ഭാര്യയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീഹാ, അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. ഇന്നഹാ ലൈസത് ബിനജിസ്, അത് നജസല്ല. ഇന്നഹാ മിനത് തവാഫീന അലൈക്കും വത്തവാഫാത്ത്, അതൊരു വൃത്തിയുള്ള ജീവിയാണല്ലോ. നിങ്ങളുടെ കിടയിലൂടെ നടക്കുകയും നിങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന, നിങ്ങളോടൊപ്പം കഴിയുന്ന വൃത്തിയുള്ള ജീവിയല്ലേ. അതുകൊണ്ട് ഒരു പൂച്ച തലയിട്ടാൽ അത് നജസാകുന്നില്ല, വുളു എടുക്കാൻ പ്രയാസമില്ല എന്ന് സ്വന്തം ഭാര്യയെ പഠിപ്പിച്ചു അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഉമ്മയെ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? മക്കളെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോ, എഴുന്നേറ്റ് വെള്ളം കുടിക്കുമ്പോ, ചായ കുടിക്കുമ്പോ പറയും, ഉമ്മ എനിക്ക് നേരല്ല, എന്റെ വണ്ടി വരാനായി അല്ലെങ്കിൽ ബസ് വരാനായി, ട്രെയിനിന്റെ സമയമായി, ഞാൻ പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് വെള്ളം കുടി, എഴുന്നേറ്റ് ചായ കുടി. കുട്ടികൾ സ്കൂളിലെ ബസ്സിന് കാത്തിരിക്കാൻ, എഴുന്നേറ്റ് നിന്നിട്ട് കുടിക്കാൻ, എഴുന്നേറ്റ് നിന്നിട്ട് കഴിക്കാൻ. നമ്മൾ പറയാറുണ്ടോ, കുഞ്ഞെ അവിടെ ഇരുന്നേക്കിൻ, ഇവിടെ കസേര ഉണ്ടല്ലോ, സോഫയിൽ ഇരുന്നൂടെ, ബെഡിൽ ഇരുന്നൂടെ, ചെയറിൽ ഇരുന്നൂടെ. നമ്മളെ മക്കളോട് ഇത് പറയാറുണ്ടോ, പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്തുകൊണ്ട്? ഹബീബായ തങ്ങൾ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യശ്റബ റജുലു ഖായിമ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാൾ അങ്ങനെ കുടിച്ചാൽ അയാൾക്ക് കുറ്റമില്ല എന്നും അത് കറാഹത്താണ് എന്നും മസ്അലകൾ ഫുഖഹാ അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. നബി തങ്ങൾ നിന്ന് കുടിക്കല്ലേ എന്ന് പറയുന്നു. നമ്മൾ നിന്ന് കുടിക്കുന്നത് കാണുന്നു, സ്വന്തം വീട്ടിൽ ഇരിക്കാൻ പറയാറുണ്ടോ? കല്യാണത്തിന് ചെന്നിട്ടൊക്കെ ഇടത്തെ കൈയോടൊക്കെ പിടിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, അല്ലെങ്കിൽ കല്യാണത്തിന് വെക്കുന്നത് എന്താ, ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ്സിന് കുപ്പി എല്ലാത്തിനും കപ്പ് എന്ന് പറയാല്ലേ, കുപ്പി എല്ലാത്തിനും നമ്മൾ ഗ്ലാസ് എന്ന് പറയാം. നമ്മൾ കടലാസിനും ഗ്ലാസ് എന്ന് തന്നെ പറയാം. ശരിക്കും കടലാസിന് ഗ്ലാസ് എന്ന് പറഞ്ഞുകൂടെ, കപ്പ് എന്നേ പറയാം അല്ലേ. പ്ലാസ്റ്റിക് കപ്പ് അല്ലെങ്കിൽ പേപ്പർ കപ്പ് എന്നൊക്കെ പറയാം. കപ്പ് നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ കപ്പിൽ വെള്ളം കുടിക്കുകയാണ്, കല്യാണത്തിനൊക്കെ ചെന്ന് സൽക്കാരത്തിന് ചെന്നിട്ട് അത് ഇടത്തെ കൈയുണ്ട്. കാരണം പെപ്സി കുടിക്കുന്ന പരസ്യം നമ്മുടെ പരസ്യക്കാർ കൊടുക്കുന്നത്, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഇടത്തെ കൈ കൊണ്ട് കുടിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പരസ്യം കാണുമ്പോഴേ ശ്രദ്ധിച്ചു നോക്കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതാ കാണാം. പെപ്സി എന്തോ നല്ല സാധനമാണെന്ന് പ്രചരിപ്പിക്കാൻ അങ്ങനെ ഒരു മനുഷ്യന്റെ വയറിനും ശരീരത്തിനും ഉപദ്രവകാരിയായ ഒരു ഫസി ഡ്രിങ്ക് അത് കുടിപ്പിക്കാൻ നമ്മൾക്ക് പ്രേരണ ഇടത്തെ കൈ കൊണ്ട് കുടിക്കണ പോലെയാണ്. ചില പരസ്യങ്ങൾ, ചില റെസ്റ്റോറൻറ്റുകൾ ചെയ്യുന്ന പരസ്യങ്ങൾ, ചില കാറ്ററിംഗ് വലിയ വലിയ കമ്പനികൾ
എന്ത് ചെയ്യും, ചില സാൻഡ്വിച്ചുകളുടെ പരസ്യം, വലത്തെ കൈ സാൻഡ്വിച്ച്, ഇടത്തെ കൈയിൽ പെപ്സി, ഒരു കൈ കൊണ്ട് കടിക്കുക, ഒരു കൈ കൊണ്ട് കുടിക്കുക. അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കുടിപ്പിക്കുന്ന ഒരു ശീലം നമ്മുടെ പരസ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് വലിയൊരു അപകടമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് സുന്നത്ത് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ കാരണമാവും. മുത്തുനബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞു. നിന്നുകൊണ്ട് കുടിക്കരുത് എന്ന് നബി തങ്ങൾ നിരോധിച്ചു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അത് ചെയ്യും. നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ വീടുകളിൽ ആളുകൾ നടന്നും നിന്നും തിന്നുന്നതും കുടിക്കുന്നതും കാണുമ്പോ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ലോകത്തിന്റെ ഗുരുവിന് അത് ഇഷ്ടപ്പെടുമോ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്റബ അർ-റജുലു ഖായിമാ. ഹബീബിന്റെ ഹദീസ് ഉണ്ടായിരിക്കെ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് എത്ര മോശമാണ്. മുത്തുനബി നമ്മുടെ വീട്ടിൽ കയറുമോ? തങ്ങൾ ഇഷ്ടപ്പെടുമോ? അത് നമ്മുടെ വീടുകളിൽ നന്മ വിളയട്ടെ, ചെറിയ ചെറിയ സുന്നത്തുകൾ വരെ പാലിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടുകളിൽ നന്മ വരാനുള്ള വലിയൊരു മാതൃക, വലിയൊരു കാര്യം നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് സ്വാലിഹീങ്ങളെ കൊണ്ടുവരണം. നല്ല ആളുകളെ വീട്ടിലേക്ക് വിളിക്കണം. എന്തിന്? ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതൊരു നന്മയാണ്. എങ്ങനെ? ഒരു ഉസ്താദ്, ഒരു ആലിം, ഒരു മുദരിസ്, ഒരു ഖതീബ് ഉസ്താദ്, ഒരു സയ്യിദ്, അള്ളാഹുവിന്റെ വലിയ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഒന്ന് വീട്ടിലേക്ക് വരണം. അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കും മുഅ്മിനെ. അതൊരു വലിയ സംഭവമാണ്. ആഗ്രഹമുണ്ടോ കൽബിന്റെ ഉള്ളിൽ, എങ്ങനെങ്കിലും വരും. വേണമെങ്കിൽ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ വരൂല. നമ്മുടെ മനസ്സിലൊന്ന് ആഗ്രഹിക്കുക. എന്തുകൊണ്ടെന്നാൽ സ്വാലിഹീങ്ങളുടെ ദുആയിൽ നമുക്ക് പങ്കുചേരാം. നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത് കാണാമല്ലോ. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. അംബിയാഇന്റെ ദുആയാണത്. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. കഴിഞ്ഞോ? ഇല്ല. വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിൽ കടന്നു വന്ന മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എന്റെ വീട്ടിൽ കയറി വന്ന ആളുകൾ, ഇപ്പൊ വീട്ടുകാരുടെ ദുആയിൽ അവർ കിട്ടും, സ്വാലിഹീങ്ങളുടെ ദുആയിൽ അവർ പങ്കുകാരാകും. എന്റെ വീട്ടിൽ വന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ വീട്ടിൽ കടന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന ദുആ, വീട്ടുകാരന്റെ ദുആ നാട്ടുകാർക്ക് കിട്ടും. സ്വാലിഹീങ്ങളെ കടത്തിക്കൊണ്ടുവന്നാൽ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയിൽ വീട്ടുകാർ ഉൾപ്പെട്ടു. വീട്ടിലേക്ക് വരുന്നവർക്കൊരു ദുആ. നമ്മളൊക്കെ ശിർക്കാണ്, കുഫറാണ്, വീട്ടിൽ നിന്ന് ദ്വാരക്കാൻ പറ്റൂല. നിക്കാഹിന്റെ സദസ്സോടെ ദ്വാരുന്ന ആമീൻ വരേണ്ട, കൈ താത്തി വെച്ചാൽ മതി. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഒന്ന് ദ്വാരക്കാൻ, അതൊക്കെ ശിർക്കല്ലേ. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ ദ്വാരക്ക, വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്റെ വീട്ടിൽ വന്നവർക്ക് നന്മ ചെയ്യണേ, ദുആ ചെയ്തു കൊടുക്കുക. ഒരു വീട്ടിലേക്ക് നബി തങ്ങളെ വിളിച്ചാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചൊല്ലുകയും ഫസ്വല്ലാ റകഅതൈനി, ആ വീട്ടുകാർക്ക് വേണ്ടി 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊടുക്കുകയും സുമ്മ ദഅാ ലഹും, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുമാരൊക്കെ വീട്ടിലേക്ക് വന്ന് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് ദുആയിരക്കും, അല്ലാഹുവേ ഈ വീട്ടുകാർക്ക് നിഅമത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ഫ്തഹ് അബ്വാബ റഹ്മതിക വഫദ്ലിക അലൈഹിം അഹ്ലൽ ബൈത്ത് അകല തുആമകുമുൽ അബ്റാർ. നിങ്ങളുടെ ഭക്ഷണം നല്ല മനുഷ്യന്മാർ തിന്നാൻ ഇടവരട്ടെ. സ്വല്ലത്ത് അലൈക്കുമുൽ മലായിക, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരെ നിങ്ങൾക്ക് മലായികത്തുകൾ ദുആ ചെയ്യട്ടെ. വഅഫ്തറ ഇൻദകുമുസ് സായിമൂൻ, നോമ്പ് നോറ്റ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള ഇഫ്താറിന്റെ തൗഫീഖും അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ശിർക്കും കുഫറൊന്നും അല്ല മുഅ്മിനെ, അതൊക്കെ സുന്നത്തുകളാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ പോയാൽ പിന്നെ എന്താ ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുക? എവിടെ ദോരുന്നാലേ അവിടെ ദോരുന്നു എന്നതിൽ വല്ല തെളിവുണ്ടോ എന്നാ ചോദിക്കുക. കല്യാണത്തിന് സദസ്സ് ഇവിടെ ദോരക്കണ്ടെന്നതിൽ വല്ല തെളിവുണ്ടോ? അങ്ങനെ അങ്ങോട്ടും ചോദിക്കാമല്ലോ നമുക്ക്. ആമീൻ പറയാണ്ടിരിക്കുക. ആലിമീങ്ങൾ ആമീൻ പറയുമ്പോൾ കൈ ഉയർത്താതെ അങ്ങനെ ഇരിക്കുക, എന്തോ ജാതി മാറിയ പോലെ. ഞാൻ ആമീൻ പറഞ്ഞതെങ്ങാനും ദ്വാരന്ന് സ്വീകരിച്ചു പോയാലോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അതൊക്കെ ആരാണ് നിങ്ങളെ മൻ ഗർറക ബി റബ്ബിക്കൽ കരീം, ആരാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചത്? ആരാണ്? ഒരുപാട് നന്മകൾ ഇല്ലാതെയായില്ലേ. ഒരു യാത്ര പോകുന്ന മനുഷ്യൻ ദ്വാരപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു. യാത്ര പോകുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉസ്താദുമാരോ നല്ല മനുഷ്യന്മാരെയോ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കുക. യാത്ര പോകലൊരു മനുഷ്യൻ, അതിലൊക്കെ ഖൈറില്ലേ?
മുത്തുനബി തങ്ങൾ ദുആരപ്പിച്ച് ഹബീബായ നബി തങ്ങളെ ദുആരപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഹബീബ് ദുആ ചെയ്തു കൊടുക്കുന്നു വീട്ടുകാർക്ക് വേണ്ടി. ഭക്ഷണം കഴിച്ച ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തന്നാൽ നന്ദിയോടുകൂടെ ദുആ ചെയ്തു കൊടുക്കിൻ. ആ വീട്ടുകാർക്ക് ദുആ ചെയ്യണം. അതുമാത്രമല്ല, വീട്ടുകാര് ദുആ ചെയ്യുമ്പോ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ കയറിയിറങ്ങിപ്പോയ, എൻ്റെ വീട്ടിൽ വന്നിറങ്ങിപ്പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ. ഇത് ഖുർആൻ പഠിപ്പിച്ച ദുആയാണ്. ആ പ്രാർത്ഥന കിട്ടണം, നമ്മൾ കൊടുക്കണം, ആളുകൾ നമുക്ക് തരണം. ഇതൊക്കെ ഈമാനികമായ ബന്ധങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്. വല്ല പ്രയാസമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ? വല്ല പ്രയാസമുണ്ടോ? ഇല്ല. മുഅ്മിനീങ്ങളെ വിളിച്ചു വരുത്തുക, അവരെ കൊണ്ട് ദുആരപ്പിക്കുക, നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. അവസാനത്തെ റൗണ്ടാട്ടെ, ഇനി എഴുന്നേൽപ്പിക്കൂല, ഞാൻ മുമ്പ് നിർത്തും ഇൻഷാ അല്ലാഹ്. നേരം വെക്കുന്നുണ്ട് അല്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ആദ്യം ഒരു സ്വലാത്ത് ചൊല്ലി, രണ്ടാമത്തെ നൃത്തത്തിൽ 2 എണ്ണം ചൊല്ലിയില്ലേ? ഇതിൽ 3 എണ്ണം ചൊല്ലണം അല്ലേ? അപ്പം തീർന്നു എന്നർത്ഥം. ചൊല്ലില്ലേ? ഇങ്ങനെ മദീനത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പച്ച കുബ്ബയെ മനസ്സിലിങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹ്. ഹബീബ് ഇത് കേൾക്കുകയാണ്. അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകൾ ഈ പഴമള്ളൂരിന്റെ ഈ മൈതാനിയിൽ നിന്ന് ഹറം എന്ന മദീനയുടെ ഹറമിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഓരോരുത്തരുടെ സ്വലാത്തുൻ നബിയെ നിനക്ക് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഇൽമിന്റെ മജ്ലിസിൽ. ഇന്ന ആൾ, ഓരോ ആണിന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി മാത്രം ചില മലക്കുകൾ അല്ലാഹു നിയോഗിച്ചു. എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചുകൊണ്ട് സല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته واحشرنا تحت ظل لوائه المعقود وأدخلنا الجنة مع الأبرار يا عزيز يا غفار. അല്ലാഹു നമുക്ക് ഹബീബിന്റെ ശഫാഅത്ത് തരട്ടെ. അവിടുത്തെ പരിശുദ്ധമായ കൊടുക്ക് കീഴിൽ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് ചേരാനും സ്വർഗത്തിന്റെ വാതിൽ മുത്ത് ഹബീബ് തുറക്കുമ്പോ ആ ചെറു സംഘത്തിൽ ചേരാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ. ഇരിക്ക് ജസാക്കുമുല്ലാഹ് ഖൈർ. ഒരു സ്ത്രീ ഒരു ഒറ്റമോതിരം തന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു നീ ഖബൂലാക്കി. വിവാഹം ശരിയാവാൻ ഒരു സഹോദരി മറ്റൊരു മോതിരം റബ്ബേ. ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും ഇൻഷാ അല്ലാഹ് ചുരുക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ദ്വാരക്കണക്ക് ലാസ്റ്റിലേക്ക് തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കും കടം വിടാനും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സലാമത്തിലാക്കട്ടെ, അല്ലാഹു സലാമത്തിലാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ നമ്മുടെ വീടുകളിൽ നന്മകൾ വിളയാനും അവിടെ തിന്മകൾ വരാതിരിക്കാനും പറഞ്ഞ ഒരു പോംവഴി. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പുരുഷന്മാരെ ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളിലേക്ക് കടന്നു ചെല്ലരുതേ. കോളേജിൽ പഠിക്കുന്ന കുമാരന്മാരോട് ഇത് ഹബീബിന്റെ നിർദ്ദേശമാണ്. ക്യാമ്പസുകളുടെ ഒരു ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ പോയിരുന്ന് സ്വകാര്യം പറഞ്ഞ് തോളിൽ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഹബീബിന്റെ നസീഹത്താണിത്. ഇയ്യാകും,
നിങ്ങൾ ചെയ്യല്ലേ. വദ്ദുഖൂല അലന്നിസാ, പെണ്ണുങ്ങൾ മാത്രമുള്ളിടത്തേക്ക് ഒരു മഹ്റമല്ലാത്ത നിങ്ങൾ ചെല്ലല്ലേ, അങ്ങോട്ട് കടക്കല്ലേ. അന്യ പെണ്ണുങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലല്ലേ. അത് പാട്ടപ്പിരിവുമായി ചെയ്യുന്ന വളണ്ടിയർ ആണെങ്കിൽ പോലും ഒരു പെണ്ണുങ്ങൾക്കിടയിലേക്ക് ബക്കറ്റ് പിരിവുമായി പുരുഷനായൊരു മനുഷ്യൻ ചെല്ലല്ലേ. എല്ലായിടത്തും ബാധകമാണ്. ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ. അപ്പോഴാണ് അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചത്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്തൽ ഹംവാ, കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ജ്യേഷ്ഠനാണ്, അനുജനായ എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ഒരു സാധനം വേണം അമ്മായി, അല്ലെങ്കിൽ സഹോദരി എന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ചെന്ന് വല്ലതും ചോദിക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമുണ്ടോ നബിയേ? നമുക്ക് വേണ്ടിയാണ് ഈ ചോദ്യം അല്ലാഹു അവരെ ചോദിപ്പിച്ചത്. കാരണം ശരീഅത്തുൽ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിൽക്കണം. ജ്യേഷ്ഠന്റെ ഭാര്യയെ ഓടിച്ചു കൊണ്ടുപോകുന്ന അനുജന്മാർ വരുന്ന കാലമെന്ന് റസൂൽ അറിഞ്ഞോ? സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിപ്പിക്കുന്ന വിധത്തിലേക്ക് അനുജന്മാർ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയിലൂടെ ഹറാമായ രീതിയിൽ ഇടപെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞോ? സ്വന്തം വീടുകളിൽ എത്രത്തോളം അച്ചടക്കത്തിൽ കഴിയേണ്ട വീടുകളിൽ സ്വന്തം വീടുകൾക്കുള്ളിൽ അള്ളാഹു ഏറ്റവും വെറുക്കുകയും വ്യഭിചാരം ചെയ്തവൻ അവൻ വിവാഹിതനാണെങ്കിൽ ഒരു മൃഗത്തെ നായ എറിഞ്ഞുകൊല്ലുന്ന പോലെ എന്ന് പറഞ്ഞുകൂടാ. മൃഗങ്ങളെ അങ്ങനെ എറിഞ്ഞുകൊല്ലാൻ പാടുള്ളതുമല്ല. എന്നാൽ ഒരു മനുഷ്യനെ മരണം വരിക്കുന്നത് വരേക്കും എറിഞ്ഞുകൊല്ലണമെന്ന് പറഞ്ഞ ഗാഢമായ ഗൗരവപരമായ ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞ തിന്മകൾ വീടുകൾക്കുള്ളിൽ നടക്കുന്ന കാലത്താണ് മുത്ത് നബിയുടെ ഹദീസിന്റെ പ്രസക്തി. ഇയ്യാകും, സൂക്ഷിക്കണേ, അരുത് അരുത്, വദ്ദുഖൂല അലന്നിസാ, പെണ്ണുങ്ങളുടെ അരികത്തേക്ക് പെണ്ണുങ്ങൾക്കിടയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലല്ല. അത് നിന്റെ വാട്സപ്പിലൂടെ ആവട്ടെ, നിന്റെ ഫേസ്ബുക്കിലൂടെ ആവട്ടെ, നിന്റെ കോണ്ടാക്റ്റുകളിലൂടെ ആവട്ടെ, പാതിരാത്രി നിന്റെ റോങ് നമ്പറായി വിളിക്കുന്ന നിന്റെ വഞ്ചനയുടെ വിളിയിലൂടെ ആവട്ടെ, അല്ലാത്തതാവട്ടെ, അന്യ പെണ്ണിലേക്ക് നീ ഇറങ്ങിച്ചെല്ലല്ല, അന്യ പെണ്ണുങ്ങളിലേക്ക് നീ ഇടപെടല്ല. ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ, നിന്റെ കാലുകൊണ്ട് നടന്നു പോകുന്ന നടത്തമാണെങ്കിൽ തന്നെയും എയറിലൂടെ സിഗ്നലുകളായി അള്ളാഹുവിന്റെ അന്തരീക്ഷത്തിലൂടെ ഹറാമിന്റെ സിഗ്നലുകളും മെസ്സേജുകളും നിന്റെ സോഷ്യൽ മീഡിയകളിലൂടെ അന്യ പെണ്ണുങ്ങൾക്ക് കൈമാറുന്ന ആ പ്രവേശനമാണെങ്കിൽ തന്നെയും ചെയ്തു പോവല്ലേ. അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഭർത്താക്കന്മാരുടെ സഹോദരന്മാർക്ക് വല്ല വിരോധവുമുണ്ടോ നബിയെ? അത് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരല്ലേ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ, എന്റെ അനുജന്റെ ഭാര്യയല്ലേ, പ്രായപൂർത്തിയായി എനിക്ക് അവരരികത്തേക്ക് ചെല്ലാൻ വല്ല കുഴപ്പവുമുണ്ട് നബിയെ? ഈ പറഞ്ഞ ഹദീസിൽ ഞങ്ങൾക്കത് ബാധകമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മൾ ഒരിക്കലും വായിക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ അയൽപക്കങ്ങളിൽ പിറുപിറുക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന ആഭാസങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഹബീബ് കൊടുത്ത മറുപടി എന്താണ്? അറഅയ്തൽ ഹംവ എന്നതിന് മറുപടി ഖാല അൽ ഹംവ അൽ മൗത്ത്, അൽ ഹംവ അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധു, ഭർത്താവിന്റെ ബന്ധു എന്നർത്ഥമുണ്ടതിന്. ഖരീബു സൗജ്, അത് ഭർത്താവിന്റെ അനുജനാവാം, അമ്മായിയുടെ ഭർത്താവിന്റെ അമ്മായിയുടെ മകൻ, ഭർത്താവിന്റെ അമ്മാവന്റെ മകൻ, ഭർത്താവിന്റെ അകന്ന കുടുംബങ്ങൾ, മഹറമല്ലാത്ത ബന്ധങ്ങൾ മുഴുവനും. ഭർത്താവിന്റെ മഹറം പോലും ഭർത്താവിന്റെ ഭാര്യക്ക് മഹറമല്ലല്ലോ. ഭർത്താവിന്റെ ഖരീബീങ്ങളായ ആളുകൾ, ഭർത്താവിന്റെ വാപ്പ ഇവൾക്ക് മഹറമാ. വാപ്പയുമായുള്ള കടപ്പാട് വളരെ മനോഹരമാണ് ദീനിൽ. വാപ്പയുടെ സ്ഥാനമാണ് ഭർത്താവിന്റെ വാപ്പക്ക്, ഭർത്താവിന്റെ ഉമ്മാക്ക് സ്വന്തം ഉമ്മയുടെ സ്ഥാനമാണ്. എന്നാൽ ഭർത്താവിന്റെ അനുജനോ, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ, ഭർത്താവിന്റെ ബന്ധുക്കൾക്കോ ഇവളിലേക്ക് ഇടപെടാൻ പാടുണ്ടോ? കാണാൻ പാടുണ്ടോ? സംസാരിക്കുന്നത് അനാവശ്യമായ സംസാരങ്ങൾ, അത്യാവശ്യമായൊരു വിഷയങ്ങൾക്കല്ലാത്ത ഇടപെടലുകൾ. എന്താണ് അതിന്റെ വിധി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അൽ ഹംവ അൽ മൗത്ത്, ഭർത്താവിന്റെ ബന്ധുക്കൾ ആ ഭർത്താവിന്റെ ഭാര്യയുമായി ഇടപെടുന്നത് അൽ മൗത്ത്, മരണം കാണുന്ന പോലെ നിങ്ങൾ കാണണം, മരണം കാണുന്നത് പോലെ കാണണം. ഒരു മരണത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് ഓടില്ലേ? ഒരു വീടിന് തീ പിടിച്ചാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടില്ല, മരിക്കണ്ടെന്ന് വിചാരിച്ച്. ഒരു ഒഴുക്കിൽപ്പെട്ടാൽ നിങ്ങൾ നീന്തി രക്ഷപ്പെടാറില്ലേ? മരണം വരുന്ന ഇടങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പേടിക്കുന്നത്? അതുപോലെ പേടിക്കണമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് നമുക്ക് ബാധകമല്ലേ?
കേരളീയ മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ? ലോക മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ? നമ്മുടെ പഴമള്ളൂരിലെ വീടുകൾക്ക് ഇത് ബാധകമല്ലേ? നമ്മുടെ ജില്ലകളിലെ വീടുകൾക്ക്, മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഈ അച്ചടക്കം വേണമെന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ പറയും, എന്തേ മുസ്ലിമീങ്ങൾക്ക് അപകടം, എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ അനാർക്കി, എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനമില്ലാത്തത്, എന്തേ മുസ്ലിമീങ്ങൾ ഇങ്ങനെയായി പോയത്? ഇങ്ങനെയൊക്കെ ചൂണ്ടുവിരൽ വെച്ച് ചോദിക്കുന്ന സഹോദര, നീ നിന്റെ വീട്ടിലേക്കൊന്ന് ചൂണ്ടുവിരൽ വെച്ച് നോക്കിയോ? എന്റെ വീടെന്താണ് ഇങ്ങനെയായി പോയത്? ഇത് നീ നോക്കിയിട്ടുണ്ടോ? സ്വന്തം വീട് നന്നാക്കാൻ കഴിയാതെ, നമ്മുടെ അയൽപക്കങ്ങൾ നന്നാക്കാൻ കഴിയാതെ ലോക മുസ്ലിമിന്റെ സമസ്യയാണോ നീ പരിഹരിക്കാൻ പോകുന്നത്? സാധ്യമല്ല മുഅ്മിനേ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാതൊരു മടിയുമില്ലാതെ അന്യ പെണ്ണുങ്ങൾ എന്ന വസ്തുക്കൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോ, നമ്മുടെ അങ്ങാടികളിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാൻമാരായി ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ വളരെ നല്ല മക്കളാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിയമം ഒന്ന് ഓർക്കണമേ, അള്ളാഹുവിന്റെ നിയമം ഓർക്കണമേ. കച്ചവടങ്ങളിൽ ഇടപെടുന്ന ആളുകൾ അന്യ പെണ്ണുങ്ങളെ കാണാനോ സംസാരിക്കാനോ അവസരം വരുന്നുണ്ട്. കച്ചവട സംബന്ധമായ മിനിമം കോൺവെർസേഷൻ അല്ലാതെ, കണ്ണുകളെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ പാടുള്ളതോ? മുത്തുനബി തങ്ങൾ പറയട്ടെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പഠിപ്പിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങളുടെ റസൂലായ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ നിങ്ങൾ കാണുന്നത് എങ്ങനെയോ? നബിയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരല്ലേ? എന്നാൽ തന്നെയും നബിയുടെ ഭാര്യമാരോട് സ്വഹാബികളെ, നിങ്ങൾ ആരെങ്കിലും വല്ലതും ചോദിക്കുകയാണെങ്കിൽ ആരോടാ ഖുർആനി പറയുന്നത്? ജീവിച്ചിരിക്കുന്ന സ്വഹാബത്തിനോടല്ലേ? ആരാണ് നബിയുടെ വീട്ടിൽ എപ്പോഴും കയറിറങ്ങി പോകാറുള്ള ആളുകൾ? ആരൊക്കെയാണ്? അവരിലില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അവരിലില്ലേ മാലാഖമാർ നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? അവരിലില്ലേ മുൽഹിറുൽ അജായിബ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? അവരിലില്ലേ ഫാറൂഖുൽ ഹഖ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഈ സ്വഹാബികൾ അടക്കമുള്ളവരോടാ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ റസൂലിന്റെ ഭാര്യമാരോട് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ചോദിക്കുകയോ അവരെന്ന് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ മറവിൽ നിന്നല്ലാതെ, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നല്ലാതെ ഡയറക്റ്റ് അന്യ പെണ്ണുങ്ങളോട് നിങ്ങൾ ഇടപെടരുതേ എന്ന് ഹബീബിന്റെ വീട്ടിലേക്ക് അല്ലാഹു ഇങ്ങനെയാണ് നിയമം വെച്ചതെങ്കിൽ, അത് സിദ്ദീഖ് എന്നോര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയമം അതാണെങ്കിൽ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുഅ്മിനേ മുഅ്മിനത്തെ, ആണേ പെണ്ണെ, ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് സൂറത്തുൽ അഹ്സാബ് ഓതിപ്പോകുന്ന നമുക്കത് പറയാൻ പാടുണ്ടോ? നമുക്കങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഇതാണ് നിയമമെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്ന സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ അള്ളാഹുവിന്റെ ഈ നിയമങ്ങളോട് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് പെരുമാറുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് പറയും, നാട്ടുകാരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് രസമല്ലേ? അയൽപക്കത്ത് ഒളിച്ചോടി എന്ന് പറയുമ്പോൾ നമുക്കത് വാർത്തയാണ്, അത് വാട്സപ്പിലൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിലൂടെ ആഘോഷിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട മുഅ്മിനെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ നമ്മൾ എങ്ങനെ ഇടപെടുത്തുന്നു? ഗൗരവത്തിൽ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഖാമ റജുൽ, ഒരാൾ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഉൻഷിദുകല്ലാഹ് ഇല്ലാ ഖദൈത ബൈനനാ ബികിതാബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ നിയമം ഏതാണോ ആ നിയമം അങ്ങ് ഞങ്ങൾക്ക് നടപ്പാക്കി തരണം നബിയെ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ നബിയെ സമീപിക്കുന്നു. രണ്ടാളുകൾ നബിയുടെ കൂടെയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മറ്റേത് സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് വിഷയം.
ഫഖാൽ എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ബിനി കാന അസീഫൻ ഇൻദ ഹാദാ. ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന സയ്യിദ് ഇബ്നു ഖാലിദ് എന്നവരെ നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, നബിയേ, എന്റെ മകൻ ഈ സയ്യിദ് ഇബ്നു ഖാലിദ് എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ ഡ്രൈവറായിട്ട് ഖാദിമായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്റെ മകൻ. ഒരു മുതലാളിയാണ്. നബിയേ, എന്റെ മകൻ ഈ മുതലാളിയുടെ കീഴിൽ ജീവിച്ചിരുന്ന ഖാദിമായിരുന്നു. ഈ മുതലാളിയുടെ വീട്ടിൽ ജീവിച്ച ഖാദിമായിരുന്നു നബിയേ എന്റെ മകൻ. ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്, ഫസനാ ബിംറഅതിഹി, ആ മുതലാളിയുടെ ഭാര്യയുമായി എന്റെ മകൻ വ്യഭിചരിച്ചു പോയി നബിയേ. അപ്പ സങ്കടം പറയാനും വന്നിരിക്കുകയാണ്. ജോലിക്ക് നിർത്തിയ സ്ഥലത്ത് സ്വന്തം മുതലാളിയുടെ, സ്വന്തം എംപ്ലോയറുടെ ഭാര്യയുടെ അഭിമാനം ഹനിച്ചു കളഞ്ഞു. എത്രയെത്ര ആളുകൾ എത്രയെത്ര സങ്കടങ്ങളില സംഭവിച്ചു പോകുന്ന തിന്മകൾ. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയേക്ക് മുഅ്മിനെ, അള്ളാഹു പുറത്തു തരുന്നവനാണ്. 100 ആളെ കൊന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. പക്ഷേ തിന്മകൾ സംഭവിക്കാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഒരു മനസ്സമാധാനമുണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുമ്പോഴല്ലേ സമാധാനം വരുന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ, തിന്മയെപ്പറ്റി ഓർമ്മ വരുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയേണ്ടത്. 500 1000 തവണ തക്ബീറും തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും ചൊല്ലുന്ന ദിക്റിന് പ്രയാസമുണ്ടായില്ല എന്ന് വരും. അതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഒരു ഇൽമിന്റെ മജ്ലിസിലിരുന്ന്, ഒരു ദിക്റിന്റെ മജ്ലിസിലിരുന്ന് ലക്ഷക്കണക്കിന് ദിക്റും സ്വലാത്തുകളും ചൊല്ലിയെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരു തിന്മയുടെ സാഹചര്യം വരുമ്പോ ആ നേരത്ത് അല്ലാഹുവിനെ ഓർക്കാൻ കഴിയണം. അതാണ് ശരിയായ ദിക്റുല്ലാഹ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കൂലി അല്ലാഹു തരും, അൽഹംദുലില്ലാ പറഞ്ഞാൽ കൂലി തരും. പക്ഷേ ഒരു തിന്മയുടെ സാഹചര്യം വരുമ്പോൾ അല്ലാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞാൽ, 3 മക്കളുള്ള സ്വന്തം ഭാര്യയെ സംബന്ധിച്ചൊരു ഭർത്താവിന്റെ വിഷമം. എന്റെ ഭാര്യ ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ തൗബ ചെയ്യണമെന്ന് പറയുന്നു. തൗബ ചെയ്യണം ചൂഴ്ന്നു ചോദിച്ചപ്പോ സംഭവിച്ചു പോയ തെറ്റവൾ ഏറ്റു പറഞ്ഞു. വ്യഭിചാരം സംഭവിച്ചു പോയിരിക്കുന്നു. അല്ലാഹുൽ മുസ്തആൻ വഅലൈക തുഖ്ലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സന്തോഷകരമായി ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ സ്വന്തം ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ, ഞാൻ പറയട്ടെ, ഈ കുടുംബത്തിന്റെ വിഷയം ആരാണ് എവിടെയാണെന്നതല്ല വിഷയം. അങ്ങനെ ഒരു സംഭവം നടന്നത് ശ്രദ്ധയിൽ വന്നപ്പോ ആ ആളിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ ജില്ലയുടെയോ ഡീറ്റെയിൽസുകൾ എനിക്കറിയാം, ഞാൻ നിങ്ങളോട് പറയൂല. സിറുകളാണ്. പക്ഷേ വിഷയം മനസ്സിലാക്കാൻ പറയട്ടെ. ആ പെണ്ണിനോട് ഈ പുതിയാപ്പിളയുടെ ചോദ്യം, നിനക്ക് എങ്ങനെ സംഭവിച്ചു? നിന്നെ ഇത്രക്ക് സ്നേഹിച്ച് വേണ്ടതെല്ലാം തന്ന് താലോലിച്ച് രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ സ്വന്തം ഭർത്താവിനോട് തന്നെ പറയണോ നീ കഥ? എങ്ങനെ സംഭവിച്ചു? പെണ്ണ് പറഞ്ഞ മറുപടി, എന്റെ മുഅ്മിനെ, പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ലവ് അഫെയർ ആണ്. പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ലവ് അഫെയർ, സ്നേഹബന്ധം, പ്രേമമെന്ന് പറയില്ലേ നമ്മള്? പഠിക്കുന്ന കാലത്ത് അത് +2 ഡിഗ്രിക്കോ ആവാം. ഡിഗ്രിക്കും നമ്മുടെ കോളേജുകളിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളിൽ, ആൺകുട്ടികളിൽ അല്ലാഹു തആല അനുവദിക്കാത്ത വഴിവിട്ട പ്രേമബന്ധങ്ങളില്ലാത്ത ആളുകൾ എത്ര കുറവാണ്. ഇല്ല എന്ന് പറയില്ല. എത്രയോ നല്ല മക്കളുണ്ട്. ഹിജാബ് ധരിച്ച് അച്ചടക്കത്തിൽ പോയി പഠിച്ചു വരുന്ന പെൺകുട്ടികളുണ്ട്. അള്ളാഹുവിനെ പറ്റി ഭയപ്പെട്ട അവിടങ്ങളിൽ ദീനിയായ സർക്കിളുകൾ ഉണ്ടാക്കി, ക്യാമ്പസുകളിൽ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ദഅവത്ത് ചെയ്യുന്ന എത്രയോ നല്ല മക്കളുണ്ട്. എനിക്കറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ടാകാം. പക്ഷേ അതിനിടയിലൂടെ ഇറങ്ങി വരുന്ന 180% ആളുകളിൽ വഴിവിട്ട പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നില്ലേ? വിവാഹം എന്ന് അള്ളാഹു ഹലാലാക്കിയ, അള്ളാഹു അനുവദിച്ച വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം പഴയകാല പ്രേമബന്ധത്തെ പറ്റി ഇവൾ പറയാൻ പാടുണ്ടോ? ഇവൻ പറയാൻ പാടുണ്ടോ? ചിന്തിക്കാൻ പാടുണ്ടോ? ഇവൻ അവൾക്ക് വിളിക്കാൻ പാടുണ്ടോ? അവൾ പറയുന്നു, എനിക്ക് അയാളോട് ഒരു ഇഷ്ടവുമില്ല. പക്ഷേ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് എന്റെ കണ്ണുകൾക്ക് എന്തോ ഇരുട്ട് വീണ പോലെ, ഞാൻ ആ വ്യഭിചാരം ആസ്വദിച്ചവളല്ല, അതിഷ്ടപ്പെട്ടവളല്ല, നടക്കണമെന്ന് കൊതിച്ചവളുമല്ല. പക്ഷേ സംഭവിച്ചു പോയി. അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? അല്ലാഹു എനിക്ക് മാപ്പ് തരുമോ എന്ന് പേടിച്ച് ഇബാദത്തിലും ദിക്റിലും ഖുർആൻ ഖതം തീർത്തുകൊണ്ടും ജീവിക്കുന്ന നല്ലൊരു പെണ്ണ് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്കിടയിൽ ഇതുപോലെ സമൂഹം പരസ്യമായ രഹസ്യങ്ങൾ എത്രയുണ്ട്.
അയൽപക്കങ്ങളിൽ, സ്വന്തം വീടുകളിൽ, സ്വന്തം മഹല്ലുകളിൽ, പഞ്ചായത്തുകളിൽ നടക്കുന്ന അടക്കം പറച്ചിലുകൾ, ഇന്നാലിന്റെ വീട്ടുകാരന്റെ പെണ്ണ് ചെയ്യുന്നത്, അവളുടെ അടുത്ത് കയറിറങ്ങി പോകുന്ന ആളുകളെ പറ്റി അള്ളാഹു ഒരു തിന്മയും മറച്ചു വെക്കില്ലാണേ പെണ്ണെ. 3 തവണയാണ് അള്ളാഹു അവസരം നൽകുന്നത്. അവസരമല്ല, അള്ളാഹുവിന്റെ ഇസ്തിദ്റാജ് നടക്കുന്നത് 3 നേരമാണ്. 3 തവണ ഒരു തിന്മ നടന്നാൽ 4ാമത്തെ തവണയോ അതിനപ്പുറമോ ഇത് പൊളിയുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ ലോകമാണ്. അവന്റെ റിളാഇന് വിരുദ്ധമായി നടക്കുന്ന പൈശാചികതയെ അള്ളാഹു പൊറുപ്പിക്കുകയില്ല. അള്ളാഹു പൊറുപ്പിക്കുകയില്ല. പഴയകാല പ്രേമബന്ധം നീ പറയല്ലേ. ആ ചെയ്ത തെറ്റുകളെ നീ ആവർത്തിക്കുകയാണോ? എത്രയോ പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ കല്യാണം നടന്നിട്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ കഴിഞ്ഞകാല ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഇപ്പോഴും ആലോചിച്ചിരിക്കുകയാണല്ലേ? സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ, അരികത്തുണ്ടായിരിക്കെ, ഭർത്താവ് കണക്ഷൻ എടുത്തു കൊടുക്കുന്ന ഡാറ്റ പാക്കേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ബോയ് ഫ്രണ്ടിന് ടെക്സ്റ്റ് അയച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ, സ്വന്തം ഭർത്താവ് കടന്നുറങ്ങുന്ന നേരത്ത് എവിടെയോ കിടക്കുന്ന പഴയ ബോയ് ഫ്രണ്ടുമായി ചാറ്റ് ചെയ്യുന്ന ആണേ പെണ്ണെ, ആലോചിച്ചു നോക്കേണമേ. എത്ര വലിയ വഞ്ചനയാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത്, പിന്നെ സ്വന്തം ഭർത്താവിനോട്. സ്വന്തം ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടില്ലെന്നല്ലേ മുത്തുനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹിലൂടെ ഹലാലായ ഒരു ഭർത്താവിനെ കൊണ്ടുവരുമ്പോഴാണ് സിനിമ സ്റ്റൈലുകളിൽ നമ്മുടെ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുന്നത്. എന്തിന്? സിനിമകളെ മാനിച്ചുകൊണ്ട്, സിനിമകളെ ഇന്റേണലൈസ് ചെയ്തിട്ട്. നടന്മാരുടെ കഥകൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ പഠിച്ചവരല്ലേ. അവർ ചെന്ന് ചാടുന്ന കുഴികൾ നമ്മൾ കാണുന്നില്ലേ? സ്വന്തം ജീവിതത്തിൽ മാതൃക കാണിക്കാൻ കഴിയാതെ സ്ക്രീനുകളിൽ മാതൃക കാണിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സമൂഹത്തിന് കൈമാറുന്ന വിഷം നിങ്ങളൊന്ന് നിർത്തിവെക്കുമോ? ദയവ് ചെയ്ത് മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ മക്കൾ ഭൂമിയിൽ ഇനിയും ബാക്കിയുണ്ട്. ആഭാസങ്ങൾ, കലയുടെ പേര് ചാർത്തി സിനിമാ സ്ക്രീനുകളിലൂടെ, നിങ്ങളുടെ ചാനലുകളിലൂടെ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യല്ല. നന്മകളെ തകർക്കല്ല. നിന്റെ സ്വന്തം മോള്, നിന്റെ സ്വന്തം മകൾ സംവിധായകനും പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്യുന്ന ആളുകളും ഇതാളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നടന്മാരും, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ ഓടിപ്പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ കുടുംബം തകർന്നു പോകും നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ ജനങ്ങൾക്കും നിങ്ങൾ അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളിൽ സംഭവിക്കുന്ന ഈ തരത്തിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ ഇനിയും നിർത്താൻ സമയമായിട്ടില്ലേ? കഴിഞ്ഞ കാലത്തെ പ്രേമം പറഞ്ഞിട്ട് ഇപ്പോഴും നടക്കല്ല. ഹലാലായ ഒരു ഭർത്താവ് നിന്റെ കൂടെ ഇല്ലേ? പഴയ കാലത്തെ പ്രേമം നിറഞ്ഞ് നീയും നടക്കല്ല ഭർത്താവേ. അള്ളാഹു നിനക്കൊരു പെണ്ണിനെ അനുവദിച്ചു തന്നില്ലയോ? എന്നിട്ട് നീ നിന്റെ മുമ്പിൽ അരികത്തുണ്ടായിരിക്കെ അകലെ കിടക്കുന്നവളെ ചാറ്റ് ചെയ്യുന്നു. എപ്പോഴും അകലെ കിടക്കുന്നത് മധുരമാണ്. അത് അകത്ത് കടന്നാൽ ആ മധുരം പോകും. അതുകൊണ്ട് ആ ഓടിച്ചാടി പോകുന്നതിന്റെ ത്രില്ലുകൾ 1 മാസം 2 മാസം കൊണ്ട് തീർന്നു പോകുന്നത്. അകലെ കിടക്കുമ്പോൾ എന്തോ മധുരം തോന്നും, കിട്ടാത്തതിന് എന്തെന്നില്ലാത്തൊരു സൗരഭ്യം തോന്നും. അകത്ത് വന്നാൽ ഇത്രയേ കാണൂ, അകത്ത് വന്നാൽ ഇത്രയേ അതിന് പ്രഭയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനേ, മുഅ്മിനത്തേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വിഷയം അതാണ്. നിങ്ങളുടെ 2 കാലുകൾക്കിടയിലുള്ള അവയവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഈ ഉമ്മത്തിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അല്ലാഹുവിന്റെ ആജ്ഞ ഇതാണ്, റസൂലിന്റെ നിർദ്ദേശം ഇതാണ്. നിങ്ങൾ കാലുകൾക്കിടയിലുള്ള അവയവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ ഗ്യാരണ്ടിയാണെന്ന് ലോകത്തിന്റെ ഗുരു ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യമല്ലേ മുത്തുനബി നമ്മളോട് ചോദിച്ചത്? ആ 2 കൊടുക്കാൻ നിങ്ങൾക്കുണ്ട്. എന്തേ കഴിയാതെ പോകുന്നത്? നാവ് സൂക്ഷിക്കുന്നത് നാവ് പോലെ സൂക്ഷിക്കേണ്ടതാണ്. ടൈപ്പ് ചെയ്യുന്നത്, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത്, അപമാനിക്കുന്നത്, നാണം കെടുത്തുന്നത്, തോന്നിവാസങ്ങൾ എഴുതിവിടുന്നത് പറയുന്നത് പോലെ ഗൗരവമാണ്. വ്യഭിചരിക്കുന്ന പോലെ ഗൗരവം തന്നെയാണ്. വ്യഭിചാരത്തിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ടെക്സ്റ്റുകളും നമ്മൾ കൊടുക്കുന്ന കൈമാറുന്ന വീഡിയോസും അതുപോലെയുള്ള മറ്റ് ഉപകരണ നമ്മുടെ ഇൻഫോർമേഷനുകളും വ്യഭിചാരം പോലെ കുറ്റകരം. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ നബിയേ, എന്റെ മോൻ ഈ സെയ്ദ് ഇബ്നു ഖാലിദിന്റെ ഖാദിമായിരുന്നു, വേലക്കാരനായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു നബിയെ? കല്യാണം കഴിക്കാത്ത ഇവൻ അവന്റെ ഈ അവന്റെ മുതലാളിയുടെ ഭാര്യയെ വ്യഭിചരിച്ചു നബിയെ. നബിയോടായി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അതിന് പ്രായശ്ചിത്തമായി
അവന്റെ ഭാര്യയെ അപമാനിച്ചതിന്റെ പേരിൽ കല്യാണം കഴിക്കാത്ത എന്റെ മകൻ ചെയ്ത ദുർവൃത്തിക്ക് വേണ്ടി ഇവന് ആ പെണ്ണിന്റെ ഭർത്താവായ എന്റെ മകന്റെ മുതലാളിക്ക് ഞാൻ കൊടുത്തു നബിയേ 100 ആടുകളും ഒരു വേലക്കാരനെയും ഞാൻ പകരം കൊടുത്തു നബിയേ. ഈ പ്രശ്നമൊന്ന് തീരാനും എന്റെ മകൻ ചെയ്ത അപവാദം, എന്റെ മകൻ ചെയ്ത അപരാധം അല്ലാഹു മാപ്പ് ചെയ്യാനും 100 ആടുകളെയും ഒരു ഖാദിമിനെയും എന്റെ മകനെ പിൻവലിച്ചു, വേറെ ഒരു ഖാദിമിനെയും ഞാൻ കൊടുത്തു. ഇൽമുള്ള ആലിമീങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്തതിന്റെ അതിന്റെ മസ്അല എന്താണ്? അവരെന്നോട് പറഞ്ഞു, നബിയേ, എന്റെ മകൻ വിവാഹം ചെയ്യാത്തവനായതുകൊണ്ട് അവന് 100 വീതം അടിക്കപ്പെടുകയും 1 വർഷത്തേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്യലാണ് ശിക്ഷയെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത്. നബി അവര് പറഞ്ഞു, ഇവന്റെ ഭാര്യയാണെങ്കിലോ അലൈഹർ റജ്മു, അവൾ എറിഞ്ഞു കൊല്ലപ്പെടണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. ഈ നിയമങ്ങളാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. വ്യഭിചാരമെന്ന സാധനം പച്ചയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും 3 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് ഒരു കൗൺസിലിംഗ് നടത്തുന്ന സുഹൃത്തിനോട് പറഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ യാത്ര കഴിഞ്ഞ് വരുമ്പോ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസ് തീർക്കാനായിരുന്നു ഞാൻ ഗൾഫിലേക്ക് പോയത്, ഒരു ഗൾഫ് രാജ്യം. 3 വയസ്സുള്ള കുട്ടി. എന്തേ വിഷയം ചോദിച്ചു. 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ആ കുട്ടി യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കുട്ടി കണ്ടു തുടങ്ങി. അരികത്തേക്ക് വരുമ്പോൾ ഈ കുട്ടി മറച്ചു പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെയുണ്ട് 3.5 വയസ്സുള്ള കുട്ടി. എന്റെ മുഅ്മിനെ, ഇത് ഞങ്ങളുടെ ചെവിയിലേക്ക്, ഉസ്താദന്മാരുടെ ചെവിയിലേക്ക് വിഷയമെത്തുന്നത് ഉമ്മത്തിനെ ധരിപ്പിക്കാനും നിങ്ങളെ അലേർട്ട് ചെയ്യാനുമാണ്. ഒരു ഉമ്മത്തിനെയോ കുടുംബത്തെയോ കുട്ടികളെയോ കളിയാക്കാനോ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഈ സംഭവം നമ്മുടെ വീടുകളിൽ നടക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഉമ്മത്തിന്റെ ഭാവി? പിന്നെ എന്ത് ഇബാദത്താണ്, എന്ത് ഉബൂദിയത്താണ് നമ്മൾ അല്ലാഹുവിന് ചെയ്യുന്നത്? 3.5 വയസ്സുള്ള കുട്ടി അരികത്തുകൂടെ അടിച്ചു വാരാനോ എന്തെങ്കിലും സാധനം എടുക്കാനോ പിടിക്കാനോ കുഞ്ഞിന്റെ അരികത്തിലൂടെ വരുമ്പോ 3.5 വയസ്സുള്ള കുട്ടി കാണുന്ന ആഭാസകരമായ ചിത്രങ്ങൾ കുട്ടി മൂടിവെക്കും, ഹൈഡ് ചെയ്യും. അത് പിടിച്ചു. പിന്നെ കുഞ്ഞിന്റെ ലോഗ് ഹിസ്റ്ററി നോക്കുമ്പോ കുഞ്ഞ് ചെയ്ത ആഭാസങ്ങൾ ഉമ്മാക്ക് കാണാൻ പറ്റി. ആ കുഞ്ഞിന്റെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ട്. സ്വന്തം ബാപ്പയോട് നോക്കുന്ന നോട്ടം, സ്വന്തം ഉമ്മയോട് നോക്കുന്ന നോട്ടം, ഉമ്മയും ബാപ്പയും കടന്നുറങ്ങാൻ പോകുന്നത്, രണ്ടുപേരും റൂമിലേക്ക് നടന്നു പോകുന്നതൊക്കെ എന്തോ ഒരു ജാള്യതയോടെ നോക്കി തുടങ്ങുകയാണ് 3.5 വയസ്സുള്ള കുഞ്ഞ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എവിടെയാണ് പ്രകടിപ്പിക്കാൻ പാടുള്ളത്, പാടില്ലാത്തെന്ന് പറഞ്ഞപ്പോ വത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ ഔ കമാ ഖാല അല്ലാഹ്, പെണ്ണിന്റെ ഔറത്തുകൾ എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ. എന്തേത് പറയാൻ കാരണം, 21-ാം നൂറ്റാണ്ടിൽ വരുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തിയുള്ളവർ കാണുന്ന പോലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കാണാൻ തിന്മകളിലേക്ക് ആക്സസുകൾ ഉണ്ടാകുമെന്നറിയുന്നവനാണ് അല്ലാഹു ജല്ല ജലാലു. മൊബൈൽ ടവറുകൾ വരുമെന്നും സ്മാർട്ട് ഫോണുകൾ വരുമെന്നും ടച്ച് സ്ക്രീനുകൾ വരുമെന്നും ഡാറ്റാ പാക്കേജുകൾ ഉണ്ടാകുമെന്നും ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നും അറിയുന്ന റബ്ബ് തആലയാണ് പരിശുദ്ധമായ ഖുർആനിൽ കൊച്ചുമക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. എങ്ങനത്തെ കൊച്ചുമക്കൾ ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ എന്ന് അല്ലാഹു പറഞ്ഞു. എങ്ങനെ കുട്ടികൾ ഇത് കാണുക എന്ന ചോദ്യം വന്നേക്കാമെന്ന്. പക്ഷേ അന്ത്യനാളിന്റെ മുമ്പ് നടക്കുന്ന ലോകത്തെപ്പറ്റി ലോകത്തെ പടച്ച റബ്ബിനറിയില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിൽ അല്ലാഹു രേഖപ്പെടുത്തി, വെറും കുട്ടികളല്ല, പെണ്ണുങ്ങളുടെ രഹസ്യങ്ങൾ അറിയാത്ത കുട്ടികൾ. ഇതറിഞ്ഞ കുട്ടികളുടെ മുമ്പിൽ ഹിജാബ് ധരിച്ച് പെണ്ണുങ്ങൾ നടക്കണമെന്നായിരിക്കും അപ്പൊ അതിനർത്ഥം. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഖുർആനും സുന്നത്തും ഇസ്ലാമും റബ്ബിന്റെ ശരീഅത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നുണ്ടോ? എന്റെ മുഅ്മിനെ, 3.5 വയസ്സുള്ള കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയെടുക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു കുഞ്ഞിന്റെ അബോധ മനസ്സിലേക്ക്, അൺകോൺഷ്യസ് മനസ്സിലേക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്.
തിന്മകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. തിന്മകൾ ആവർത്തിക്കുകയും നമ്മുടെ സമൂഹം അത് നിസ്സാരമായി കാണുകയും ചെയ്താൽ മുൻ സമൂഹങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ വരികയും ചികിത്സ കിട്ടാത്ത, മരുന്ന് കിട്ടാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. വ്യഭിചാരം നിങ്ങൾ നിസ്സാരമായി കാണുമ്പോഴാണ്. വ്യഭിചാരം നിസ്സാരമായി കാണുമ്പോഴാണ്. അത് കണ്ണുകൊണ്ട് നിരന്തരം കാണുന്ന ആളുകളുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കണ്ടയോ? അത് നിസ്സാരമായി കാണുന്ന നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനികൾ അവരുടെ കണ്ണും കൽബും ശുദ്ധിയാക്കണ്ടയോ? അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടയോ? വിവാഹ ജീവിതം എന്ന് പറയുന്നത് വൈകാരിക ആഭാസമാണ്. തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ലോകത്ത് തിന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പടച്ചുവിടുന്ന ഇന്റർനെറ്റ് സൈറ്റുകളിലൂടെ, TV ചാനലുകളിലൂടെ, വെബ്സൈറ്റുകളിലൂടെ വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കാണാനും മൃഗങ്ങളെപ്പോലെ ജീവിക്കാനും മനുഷ്യന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ ചിത്രങ്ങളിലൂടെ, വീഡിയോകളിലൂടെ പ്രദർശിപ്പിക്കുകയും സിനിമകളിലൂടെ സിനിമ കാണുമ്പോ ഒരു നൃത്തരംഗം കാണുന്നത്, ഒരു അഭിനയം കാണുന്നത്, ഒരു സ്റ്റേജ് ഷോ കാണുന്നത്, ഒരു പരസ്യപ്പലക കാണുന്നത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തആല നന്മ വിതക്കുന്ന നേരത്ത് ഒളിഞ്ഞിരിക്കുന്ന വികാരം മനുഷ്യന് പുറത്തു കൊണ്ടുവരാൻ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമില്ല. ആവശ്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞ നേരത്ത് പോലും വൈകാരികമായ ചിന്തകളെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കാൻ. എന്നിട്ട് മൃഗങ്ങളെപ്പോലെ എന്ന് ഞാൻ പറയുന്നില്ല. മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലല്ലോ. മൃഗങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നവയാണ്. മൃഗങ്ങൾ അവരുടെ ഇണകളെ സമീപിക്കുന്നത് പ്രപഞ്ചനാഥൻ മനുഷ്യരോട് പറഞ്ഞ അള്ളാഹുവിന്റെ പരിധികൾക്കുള്ളിലാണ്. മനുഷ്യനല്ലയോ അത് ലംഘിക്കുന്നത്? അതുകൊണ്ട് മുഅ്മിനെ ഹബീബിന്റെ മുമ്പിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, നബിയേ, എന്റെ മകൻ ചെയ്ത കുറ്റത്തിന് എന്റെ മകന് വേണ്ടി ഞാൻ കൊടുത്ത 100 ആടുകളും ഒരു വേലക്കാരനും അത് പോരാ എന്നും, അതല്ല കൊടുക്കേണ്ടതെന്നും, അതിന് പകരം എന്റെ മകന് 100 വീതം അടിക്കപ്പെടുകയും 1 വർഷത്തേക്ക് നാട് കടത്തുകയും ചെയ്യണമെന്നും, വ്യഭിചരിക്കപ്പെട്ട ഈ പെണ്ണ് ഇവന്റെ മുതലാളിയുടെ ഭാര്യ വിവാഹം ചെയ്യപ്പെട്ട പെണ്ണായതിന്റെ പേരിൽ അവളെ എറിഞ്ഞു കൊല്ലണമാണ് നിയമമെന്നും നബിയേ എന്നോട് അഹ്ലുൽ ഇൽമ് പറഞ്ഞു. യാ റസൂലല്ലാഹ്, വിവരമുള്ള ആലിമീങ്ങൾ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് നബിയേ, അള്ളാഹുവിന്റെ നിയമം എന്താണെന്ന് പറഞ്ഞു തരൂ നബിയേ. ഹബീബായ നബി തങ്ങൾ ഇടപെടുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅഖ്ളിയന്ന ബൈനകുമാ ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ നിയമമെന്തോ ആ നിയമമാണ് ഞാൻ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങൾ എന്റെ സ്വന്തക്കാരല്ലേ എന്ന് വിചാരിച്ച് ഇളവില്ല, നിങ്ങൾ എന്റെ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ എന്ന് വിചാരിച്ച് ശിക്ഷയിൽ ഇളവില്ല. നിരപരാധിയായ പെൺകുട്ടിയെ വ്യഭിചരിച്ച് കൊലപ്പെടുത്തിയവന് കൊലക്കയറിന്ന് താഴെ ഇറങ്ങാൻ അവസരമുണ്ടാകുന്ന ലോകമല്ല ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ലോകം. ലാ മുജാമല, ഇവിടെ മുഖം വെളുപ്പിക്കുന്ന ഏർപ്പാടുകളില്ല, സന്തോഷിപ്പിക്കുന്ന ഏർപ്പാടുകളില്ല. നിയമമാണ്, അതതിന്റെ വഴിക്ക് പോകും. ഇത് പറയുമ്പോഴും ആ വഴിയെ തിരിച്ചുവിടുന്ന കാലഘട്ടത്തിലാണ്, രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സങ്കടകരമാണ്. പാവപ്പെട്ടൊരു പെൺകുട്ടി വ്യഭിചരിക്കപ്പെട്ട് ട്രെയിനിൽ നിന്ന് തള്ളിയിടപ്പെട്ട് താഴെ വീണ് മരിച്ചപ്പോ ആ ഉമ്മയുടെ മനസ്സിന്റെ വേദനയെ കാണാൻ കഴിയാത്തവർ, ആ മനുഷ്യൻ ചെയ്ത ഡെലിബറേറ്റ് എന്ന് പറയാൻ ലോക മനുഷ്യർക്ക് മുഴുവനും ബോധ്യപ്പെട്ട ഒരു തിന്മയെ അൺഇൻറ്റൻഷനലി എന്ന് പറഞ്ഞുകൂടാ, ഇന്റൻഷനലി, സ്വദേശപരമായി എന്ന് പറയല്ല, ഉദ്ദേശത്തോടുകൂടെ തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതല്ലല്ലോ. അങ്ങനെ കൊലപ്പെടുത്തിയ, കൊലപാതകം നടന്നതിന്റെ ശേഷം ആ ഒരു മനുഷ്യനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തൂക്കുകയറിൽ ഏൽപ്പിക്കുകയും ആ മനുഷ്യൻ അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ ഒരു ജീവനാണ് ഈ ലോകത്തുനിന്ന് പോകുന്നത്. പക്ഷേ ആ മാതൃകയിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഇവിടെ അഭിമാനത്തോടെ നിലനിൽപ്പുണ്ടാകുമായിരുന്നു. 100 കണക്കിന് പെൺകുട്ടികളുടെ ജീവൻ ആ ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ഇവിടെ രക്ഷപ്പെടുമായിരുന്നു എന്നിരിക്കട്ടെ. എന്നിട്ടാണ് നിയമങ്ങൾക്കുള്ളിൽ പഴുതുകൾ ചാരി, പഴുതുകൾക്കുള്ളിലൂടെ നിയമത്തിൽ നിന്ന് പുറത്തു ചാടുന്ന ലോകം. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയല്ല. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരുത്തന്റെ നിയന്ത്രണത്തിലാണോ, എന്റെ കൈകാലുകളെ നിയന്ത്രിക്കുന്നത് ഏതൊരുത്തനാണോ,
എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഏതൊരുത്തനാണോ, എന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ഏതൊരുത്തനാണോ, ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഅഖ്ദിയന്ന ബൈനകുമാ ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ നിയമമാണ് ഞാൻ നിങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ നിയമം ഹബീബ് നടപ്പാക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, സഹോദര, 100 ആടുകളും ഒരു വേലക്കാരനെയും നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കുള്ളതാണ്, തിരിച്ചു വാങ്ങിക്കോ. അതല്ല അല്ലാഹുവിന്റെ നിയമം. വഅലാ ഇബ്നിക ജൽദു മിഅത്തിൻ വതഗ്രീബു ആം. ഒരു വർഷത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഏതോ അന്യ നാട്ടുകാരുടെ കൂടെ 1 വർഷം നിന്റെ മോൻ താമസിക്കണം. അതിന്റെ മുമ്പ് ശരീഅത്തിന്റെ നിയമമായ 100 തവണ ചാട്ടവാറിന്റെ അടിയവൻ വാങ്ങിക്കുകയും വേണം. ഇവിടെ നബി തങ്ങൾ ഭംഗിവാക്ക് പറയുകയല്ല, വാസിതകൾ ഉപയോഗിക്കുകയല്ല, റെക്കമെൻഡേഷൻ സ്വീകരിക്കുകയല്ല. ഇബ്നുക യുജ്ലദു മിഅതി ജൽദ വയുത്റദു സനതൻ കാമില. എന്നിട്ട് പറയുന്നു, വഗ്ദു യാ ഉനൈസ്. ഉനൈസേ, അനസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. അനസേ, നിങ്ങൾ പോവണം. അലം റഅതി ഹാദാ, ഈ മനുഷ്യന്റെ ഭാര്യയുടെ അരികത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് പോവുക. ഫഇൻ ഇഅ്തറഫത്, ആ പെണ്ണിനോട് ചോദിക്കുക, നിങ്ങൾ ഇന്നാലിന്നവന്റെ മകനുമായി വ്യഭിചരിച്ചിട്ടുണ്ടോ? ഈ വ്യഭിചാരത്തിന്റെ വിവരം ഹബീബിന്റെ മുമ്പിലേക്ക്, ഇസ്ലാമിന്റെ ജഡ്ജിന്റെ മുമ്പിലേക്ക്, ഇസ്ലാമിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ്. ജഡ്ജെന്നെ പറഞ്ഞയച്ചു. ജഡ്ജ് റസൂലുള്ളയാണ്. ജഡ്ജനോട് ചോദിച്ചു, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ 4 സാക്ഷികൾ ഇവിടെ ലഭ്യമല്ല, ഒരുത്തനേ ഉള്ളൂ. നിങ്ങൾക്കെതിരെ 4 സാക്ഷി നിൽക്കുകയോ നിങ്ങൾ സ്വയം സമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എറിഞ്ഞു കൊല്ലപ്പെടണം എന്നതാണ്. നബി തങ്ങൾ ചോദിക്കാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾ ചെയ്തത് സത്യം തന്നെയോ? നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടോ? അനസേ, പോയി ചോദിക്കുക. അനസേ, ഫനിഅ്തറഫത്, എന്നിട്ട് ആ പെണ്ണ് സമ്മതിക്കുകയാണെങ്കിൽ ഫർജുംഹാ, എറിഞ്ഞു കൊല്ലുക എന്ന നിയമം നടപ്പാക്കുക. അനസേ, ഇവിടെ അല്ലാഹുവിന്റെ നിയമത്തിൽ മാറ്റമില്ല. ഫദഹബ ഉനൈസ്, ഉനൈസ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു ആ പെണ്ണിലേക്ക്. നല്ല പെണ്ണാണ്, സംഭവിച്ചു പോയ തെറ്റിൽ അവർക്ക് സങ്കടമുണ്ട്. പക്ഷേ ഹബീബിനോട് നുണ പറയാൻ ധൈര്യമില്ല. എന്ത് നുണ പറഞ്ഞാലും ആകാശ ലോകത്തുനിന്ന് വഹി വരുന്ന കാലമല്ലേ. ഫഅ്തറഫത്, അവരത് സമ്മതിക്കുകയാണുണ്ടായത്. ഫറജമഹ, ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുകയാണുണ്ടായതെന്ന് റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇസ്ലാമിന്റെ നിയമം ഇത്രക്ക് കടുത്തതാണെങ്കിൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവർ, ഒരു വീട്ടിലെ സ്കൂൾ കുട്ടികളെ കൊണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, ഭർത്താക്കന്മാർ ഗൾഫുകാരായ പ്രവാസികളായി ജീവിക്കുമ്പോ അവരുടെ വീടുകളിലേക്ക് പല ആവശ്യങ്ങൾക്കും കയറി ഇറങ്ങിപ്പോകുന്ന ആളുകൾ, അവിടെ ഇലക്ട്രീഷ്യനായി പ്ലംബിങ്ങിന് വേണ്ടി കയറി വരുന്ന ആളുകൾ, അവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ, അവിടെ മെയ്സൻസ് ആയി കടന്നു വരുന്ന ആളുകൾ, ഏതെല്ലാം പേരുകളിൽ ഭാവങ്ങളിൽ കടന്നു വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ലാഘവത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പിക്ക് ചെയ്യുന്നതെങ്കിൽ, അതൊരു അനാവശ്യമായ സമയവും സന്ദർഭവുമാണെങ്കിൽ, നിങ്ങളൊരു ഓഫീസിലേക്ക് വിളിക്കുന്നു, അവിടുത്തെ സെക്രട്ടറി ആൻസർ ചെയ്യുന്നു, നിങ്ങളൊരു ഒഫീഷ്യൽ കാര്യം ചർച്ച ചെയ്യുന്നു, അതിനെക്കുറിച്ചല്ല. പാതിരാത്രികളിലെ ഊമ ഫോണുകൾ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തി എന്ന് വിചാരിക്കട്ടെ. എന്നാലും രസകരമായി പല ഫോൺ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെട്ട് നമ്മുടെ വാട്സ്ആപ്പുകളിലൂടെ ഓരോരുത്തന്റെയും കമന്റുകളും അവന്റെ വർത്തമാനങ്ങളും അന്യ പെണ്ണുങ്ങളെ വലയിൽ ചാടിക്കാൻ വേണ്ടി ചെയ്യുന്ന വർത്തമാനങ്ങളും മധുരത്തോടെ രസമായി അനുഭവിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ ആണ് പെണ്ണെ. എത്ര ഗൗരവമാണ് നമ്മളാ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ ആയത്തിൽ പറയട്ടെ, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയാ, മുത്ത് നബി തങ്ങളില്ലാത്ത നേരത്ത് ആരെങ്കിലും നബി അന്വേഷിച്ചു വരികയാണെങ്കിൽ, നിങ്ങളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, ഇന്നത് ഫോണിലൂടെയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മധുരമുള്ള ശബ്ദം ഉപയോഗിച്ച് മറുപടി പറയരുതേ.
മധുരമുള്ള ശബ്ദം ഉപയോഗിച്ച് മറുപടി പറയല്ല. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ ഒരു പരുക്കം സ്വഭാവത്തിൽ സംസാരിക്കണം. ഒരന്യ ആണാണ് സംസാരിക്കുന്നതെന്നറിഞ്ഞാൽ, ഒരന്യ പെണ്ണിനോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടി വന്നത് എന്നറിഞ്ഞാൽ അവിടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനം പറയല്ലേ, അനാവശ്യമായ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അവിടെ ഉണ്ടാവല്ലേ. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങളുടെ വാക്കുകളിൽ പരുഷമാവണം, വാക്കുകൾ കഠിനമാവണം. നിങ്ങൾ അവിടെ